ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മുടെ അക്കൗണ്ടിങ് കോഴ്സിൻ്റെ അടുത്തൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ പേഴ്സണലി വൺ ഓഫ് മൈ ഫേവറേറ്റ് ചാപ്റ്ററാണ്. അതായത് അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ്. 9ാമത്തെ ചാപ്റ്ററിൻ്റെ പേരാണ് അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ്. ഇതെന്ന് പറഞ്ഞാൽ വേറൊന്നല്ല, നിങ്ങളിപ്പോൾ ഒരു ചെറിയ അല്ലെങ്കിൽ എന്താ പറയുക നിങ്ങൾ സ്വന്തമായിട്ടൊരു CFM തുടങ്ങാമെന്ന് വെച്ചോ. എക്സാം പാസ്സായിട്ട് നിങ്ങൾ ക്വാളിഫൈഡ് ആയി കഴിഞ്ഞിട്ട് നിങ്ങൾ സ്വന്തമായിട്ടൊരു CFM സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ മോസ്റ്റ് പ്രോബ്ലി ഇനീഷ്യൽ സ്റ്റേജിൽ മിക്ക CS എന്താണ് കിട്ടുന്ന എല്ലാ വർക്കുകളും എടുക്കുമല്ലേ. അതായത് നമുക്ക് ക്ലയൻറ്റ് ബേസ് വേണം. അപ്പോൾ ക്ലയൻറ്റ് ബേസിന് വേണ്ടി നമ്മൾ ഏതൊക്കെ ക്ലയൻറ്റ് വരുന്നോ അവരുടെയൊക്കെ വർക്കുകൾ മാക്സിമം നമ്മൾ എടുക്കാൻ നോക്കും. സോ അങ്ങനത്തെ ഒരു സ്റ്റേജിൽ നമുക്ക് മിക്കവാറും വരുന്ന അക്കൗണ്ട്സ് എന്ന് പറയുന്നത് അത്ര പ്രോപ്പർ അക്കൗണ്ട്സ് ഒന്നും ആയിരിക്കില്ല. ചിലപ്പോൾ അവർ ടാലി മെയിൻറ്റെയിൻ ചെയ്യണ്ടാവും, ചിലപ്പോൾ അവർ ടാലി മെയിൻറ്റെയിൻ ചെയ്യണ്ടാവില്ല. അവരെന്താണ് ജസ്റ്റ് എന്താ പറയുക ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ തന്നെ എന്താണ് GSTയിലൊക്കെ വരുന്ന ഡാറ്റേഴ്സും അതൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ ചിലപ്പോൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടി വരിക. ഓക്കെ, സോ അങ്ങനത്തെ ഒരു പാർട്ടിയുടെ അക്കൗണ്ട് അത് എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ അത് മാത്രമല്ല അങ്ങനെ എന്താ പറയുക പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്ത മാത്രമല്ല, ചിലപ്പോൾ എന്താണ് അവരുടെ ബിസിനസ്സിൽ എന്തെങ്കിലും ഒരു ഡാമേജ്, ചിലപ്പോൾ എന്താണ് അവരുടെ ഓഫീസിന് വല്ല ആക്സിഡൻറ്റോ തീപിടുത്തമൊക്കെ വന്നിട്ട് എന്താണ് അവരുടെ ബുക്സൊക്കെ കത്തിപ്പോവാം, അല്ലെങ്കിൽ അവരുടെ സിസ്റ്റം കേടായി പോവാം, ബാക്കപ്പ് ഒന്നും ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കേസും എന്താ പറയുക അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ആവുന്നതാണ്. ഓക്കെ, സോ ഇങ്ങനത്തെ ആൾക്കാരുടെ അക്കൗണ്ടുകൾ എങ്ങനെയാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യുക, ഇതിൻ്റെ റിസൾട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അതുപോലെ ഫിനാൻഷ്യൽ പൊസിഷനൊക്കെ എങ്ങനെ അറൈവ് ചെയ്യാൻ പറ്റും, അതിനുള്ള കുറച്ച് മെത്തേഡ്സ് ഒക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. ഓക്കെ, സോ ഇത് വലിയ ചാപ്റ്റർ ആണോ എന്ന് വെച്ചാൽ അത്ര കാണുമ്പോൾ നിങ്ങൾക്ക് ഒട്ടും ഫെമിലിയർ ആയിട്ട് തോന്നില്ല ഈ ചാപ്റ്റർ ഹെഡിങ് ഒക്കെ കേൾക്കുമ്പോൾ. പക്ഷെ എന്താണ് സിമ്പിൾ ലോജിക്കും അതുപോലെ തന്നെ അക്കൗണ്ട്സിൽ നമ്മൾ ഇതുവരെ പഠിച്ചതിൻ്റെ ബേസും പിന്നെ എന്താണ് കുറച്ച് മാത്തമാറ്റിക്സും ഒക്കെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ സുഖമായിട്ട് നിങ്ങൾക്കിത് എന്താ പറയുക കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു പസിൽ പോലെയാണ്, അതായത് കുറച്ച് ഡാറ്റാസ് ഒന്നും തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ഉള്ള ഡാറ്റാസ് വെച്ചിട്ട് ആ ഒരു കുറച്ച് മിസ്സിങ് ആയിട്ടുള്ള ഡാറ്റാസ് കണ്ടുപിടിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം. അതായത് ഈ അക്കൗണ്ട് നമ്മൾ എന്താ പറയുക, നമ്മൾ നോർമലി എന്താണ് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡബിൾ എൻട്രി സിസ്റ്റം അല്ലേ. പക്ഷെ ഇങ്ങനെ എന്താണ് ഇൻകംപ്ലീറ്റ് റെക്കോർഡുള്ള ആൾക്കാരൊക്കെ എന്താണ് സിംഗിൾ എൻട്രി സിസ്റ്റം ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി ഫോളോ ചെയ്യുക. അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ അവരുടെ പ്രോഫിറ്റും അതേപോലെ തന്നെ ക്യാപിറ്റൽ മുതലായ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുക എന്നാണ് പറയുന്നത്. പിന്നെ ഇവരുടെ അക്കൗണ്ട്സിൽ നമ്മൾ എന്താ പറയുക, നമ്മൾ ബാലൻസ് ഷീറ്റ് അല്ല പ്രിപ്പയർ ചെയ്യുന്നത്, പകരം എന്താണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ആണ്. കാരണം എന്താണ് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്ത് വന്നിട്ട് നമ്മൾ അതിൽ നിന്ന് ലെഡ്ജേഴ്സിൽ നിന്നൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് അല്ലെങ്കിൽ ട്രയൽ ബാലൻസിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്നതാണ് ബാലൻസ് ഷീറ്റ്. പക്ഷേ ഇവിടെ എന്താണ് ഇവിടെ ട്രയൽ ബാലൻസ് അങ്ങനെ പ്രോപ്പർ റെക്കോർഡ്സ് ഒന്നുമില്ലല്ലോ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ബാലൻസ് ഷീറ്റിന് പകരം പ്രിപ്പയർ ചെയ്യുന്നതാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്. പേരിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, പക്ഷേ പേരിലും പിന്നെ എന്താണ് കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിലൊക്കെയാണ് വ്യത്യാസം വരുന്നത്. ബട്ട് എന്താ പറയുക ആ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ് തന്നെയാണ്. ഓക്കെ, പിന്നെ എന്താണ് നമുക്ക് കംപ്ലീറ്റ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ കിട്ടാനായിട്ട് കുറച്ച് ടെക്നിക്കുകളൊക്കെ ഉണ്ടല്ലേ. ഒന്ന് ജനറൽ ടെക്നിക്ക്, പിന്നെ ഡെറിവേഷൻ ഓഫ് ഇൻഫർമേഷൻ ഫ്രം ക്യാഷ് ബുക്കിൽ നിന്ന് ഇതെടുക്കുന്നത്, പിന്നെ എന്താണ് സെയിൽസ് ലെഡ്ജറും പർച്ചേസ് ലെഡ്ജറൊക്കെ വെച്ചിട്ട് നമ്മൾ എന്താ പറയുക ബുക്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്, പിന്നെ എന്താണ് ബിസിനസ് എക്സ്പെൻസും അതുപോലെ പേഴ്സണൽ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ കണ്ടുപിടിക്കൽ, പിന്നെ എന്താണ് പ്രോപ്പറായിട്ടുണ്ട് ഫ്രഷ് ഇൻവെസ്റ്റ്മെന്റും അതുപോലെ തന്നെ എന്താണ് വിഡ്രോവൽ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ എന്താ പറയുക ബുക്സ് എഴുതണം. അപ്പോൾ ഇത്രയത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ബുക്സ് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ബുക്കിൻ്റെ ഫിനാൻഷ്യൽസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി നിങ്ങൾ വിചാരിക്കേണ്ടാവും ഇത് വളരെ റെയർ ആയിട്ടുള്ള കേസ് അല്ല ഇങ്ങനെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതെന്നൊക്കെ. പക്ഷെ ഇങ്ങനെയൊന്നുമല്ല. എന്നെ പഠിപ്പിച്ച സാറ് എനിക്കൊരു ജസ്റ്റ് ഒരു സ്റ്റോറി പറഞ്ഞു തന്നു. അത് കേട്ടപ്പോഴാണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നു. അത് കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഓക്കെ ശരിയാണ്, നമ്മുടെ ഇന്ത്യയിൽ ഏകദേശം എന്താ പറയുക ഒരു 75% ഓഫ് ബിസിനസ് ചെയ്യുന്നവരും ഇങ്ങനെയൊക്കെ ഒരു അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. ഞാൻ നിങ്ങളോടും ആ എക്സാമ്പിൾ ഷെയർ ചെയ്യാം. അതായത് നോർത്ത് ഇന്ത്യയിൽ ഗുജറാത്തിൽ അല്ലെങ്കിൽ എന്താ പറയുക നോർത്ത് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത്
ഓക്കെ, ഗുജറാത്ത്, രാജസ്ഥാൻ അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിങ്ങൾ വിചാരിക്കും ഒരു ഫാർമർ ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു ഫാർമർ, പുള്ളിയുടെ അഗ്രികൾച്ചർ എന്ന് പറയുന്നത് കാറ്റിൽ ഫീൽഡാണ്. ഓക്കെ, കാറ്റിൽസിനെ വാങ്ങിക്കുക, അവരെ നോക്കുക, അവരുടെ പാല് വിൽക്കുക, അങ്ങനെയുള്ളത്. ഇപ്പം ഈ പുള്ളിയുടെ എന്താണ് ബിസിനസ് എന്ന് പറയുന്നത് കൗവാണ്. പശുവിനെ വളർത്തി വിൽക്കലാണ് പുള്ളിയുടെ പണി. ഓക്കെ, ഈ പുള്ളിക്ക് എന്താണ് ഏകദേശം ഒരു 100 പശുക്കളുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അതായത് എന്താ പറയുക, ആ പുള്ളിക്ക് ഒരു 100 പശുക്കളുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇങ്ങനെ ഒരു അവസ്ഥയിൽ പുള്ളിയുടെ ഇൻകം എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഒരു 100 പശുക്കളുണ്ടെങ്കിൽ അവരുടെ നിന്ന് ഒരു ആവറേജ് ഒരു ദിവസം 6 ലിറ്റർ പാല് കിട്ടും ഇല്ലേ? അതായത് ഏകദേശം ഒരു 6 ലിറ്റർ പാല് നമുക്ക് എന്താണ് ഒരു പശുവിൻ്റെ നിന്ന് കിട്ടും. ഓക്കെ, സോ അങ്ങനെ എന്താണ് പെർ ഡേ എത്ര കിട്ടി? 600 ലിറ്റർ പാല് കിട്ടി. ഓക്കെ, ഈ 600 ലിറ്റർ പാല് ഒരു ദിവസം കിട്ടുന്നതാണ്. 1 ലിറ്റർ പാലിന് നമുക്ക് 25 രൂപയാണെന്ന് വിചാരിക്കാം. 1 ലിറ്റർ പാലിന് 25 രൂപയ്ക്കാണ് പുള്ളി വിൽക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ പുള്ളിയുടെ ഒരു ദിവസത്തെ വരുമാനം എന്ന് പറയുന്നത്, അതായത് ഒരു ദിവസത്തെ വരുമാനം എന്ന് പറയുന്നത് 15,000 ആണ് പെർ ഡേ. ഒരു ദിവസം പുള്ളിക്ക് പാല് വിറ്റ് 15,000 രൂപ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി ഇങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ഇത് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ 360 ദിവസം ഉണ്ടെന്ന് ചോദിച്ചാൽ, അപ്പോൾ ഒരു ഇയറിൽ പുള്ളിക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് 15,000 ഇൻറ്റു 360 ഡേയ്സ്. ഓക്കെ, ഇൻറ്റു 360 ഡേയ്സ്. ഇത് ഒരു കൊല്ലം പുള്ളിക്ക് കിട്ടുന്നത് 54 ലക്ഷം രൂപയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഏതെങ്കിലും സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അല്ലെങ്കിൽ ഇൻഫോ പാർക്കിൽ പഠിക്കുന്ന ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ആൾക്ക് ഒരു വർഷം 54 ലക്ഷം രൂപ ഉണ്ടാവും? ഇല്ല. അതായത് പുള്ളി ഒരു കോടീശ്വരനാണ്. പുള്ളി പക്ഷെ എന്താണ്, പുള്ളി ബുക്സ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവില്ല. പുള്ളി എന്താ പറയുക, അപ്പം നമ്മൾ വിചാരിക്കും ഈ പൈസയൊക്കെ എവിടെ കിട്ടുന്നു. ഓക്കെ, നിങ്ങളുടെ ഓഫീസിലേക്ക് ഇങ്ങനെ ഒരാൾ വരാമെന്ന് വിചാരിച്ചു, ഒരു കൈലുകൊണ്ടും ഇതൊക്കെ എടുത്തിട്ട് ഒരു പുള്ളി വരാണ്. പുള്ളി ഇങ്ങനൊരു എന്താ പറയുക, പുള്ളിയുടെ ഇങ്ങനെ ഒരു അക്കൗണ്ട് തരാണ്. അതായത് എനിക്ക് ബുക്സ് ഒന്നുമില്ല, എൻ്റെ ഏകദേശം ഇൻകം ഒരു കൊല്ലം 54 ലക്ഷം രൂപയാണ്. ഓക്കെ, ഇങ്ങനെയാണ്. അപ്പോൾ GST ഇത് വന്നല്ലോ. ഓക്കെ, ഇനി പുള്ളിക്ക് 100 അല്ല 200 ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇതിൻ്റെ ഡബിൾ ആവും. അതായത് 1 കോടി 8 ലക്ഷം ആവും. അപ്പം എന്താണ്, അവിടെ 1 കോടിക്ക് മുകളിൽ വരുമ്പോൾ അവിടെ ഓഡിറ്റ് വന്നു, ടാക്സ് ഓഡിറ്റും വന്നു. അപ്പോൾ പുള്ളിക്ക് എന്തായാലും ബുക്ക് ഓഫ് അക്കൗണ്ട് മാനേജ് ചെയ്യണം. പക്ഷെ എന്താണ് പുള്ളി പറഞ്ഞാൽ എൻ്റെ ബുക്ക് ഓഫ് അക്കൗണ്ട് ഒന്നുമില്ല, ഞാനിങ്ങനെ എനിക്ക് പുള്ളിക്ക് എഴുത്തും വായനയും പോലും ചിലപ്പോൾ അറിയണ്ടാവില്ല. അപ്പോൾ പുള്ളി വരാണ്, സാറേ എനിക്കിങ്ങനെ ആരോ പറഞ്ഞു ഇങ്ങനെ CAയുടെ ഒരു ഓഫീസ് ഉണ്ട്, അവിടെ ചെന്നാൽ നിങ്ങളുടെ ബുക്കൊക്കെ അല്ലെ നിങ്ങളുടെ പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ റെഡിയാക്കും. എനിക്കിത് ഇൻകം ടാക്സിൽ നിന്ന് നോട്ടീസ് വന്നു, നമ്മൾ ടാക്സ് അടയ്ക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് വന്നു. അപ്പോൾ ഇത് എന്ത് ചെയ്യാന്നുള്ള രീതിയിലേക്ക് പുള്ളി വരുന്നത്. അപ്പം നമ്മളാണ് ഇതിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. പുള്ളിക്ക് അറിയാവുന്ന ഇൻഫർമേഷൻ ഇതായിരിക്കും. അപ്പം നമ്മൾ ചോദിക്കും ഈ 54 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നുണ്ട്, അതെങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ആയിട്ടാണോ എന്തായിട്ടാണോ? പുള്ളി അപ്പോൾ അതേ ഒരു ബുക്ക് എടുത്ത് കാണിക്കും. വേറൊന്നുമല്ല, അവിടുത്തെ ഏതെങ്കിലും ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബുക്കായിരിക്കും. പുള്ളിക്ക് കിട്ടുന്ന പൈസ പുള്ളി കോപ്പറേറ്റീവ് സൊസൈറ്റിയിലിടും, അതിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടും. ഓക്കെ, ഇതാണ് പുള്ളി ചെയ്യുന്നത്. അല്ലാതെ എന്താ പറയുക, ബാങ്കിലെടുക്കുകയോ അല്ലെങ്കിൽ വലിയ വലിയ ബിസിനസ് നടത്തുകയൊന്നുമില്ല. പുള്ളിക്ക് എന്താണ് ഒരു 100 പശുക്കൾ അല്ലെങ്കിൽ 10-200 പശുക്കളുണ്ട്, അതിനെ എന്താ പറയുക നോക്കിയും അതിൻ്റെ പാല് വിറ്റും കിട്ടുന്നു. പുള്ളിക്ക് എന്താണ് എക്സ്പെൻസ് വരുന്ന കാലിത്തീറ്റ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. എന്നിട്ട് എന്താണ് ക്യാഷ് ആയിട്ട് തന്നെ ഡീൽ ചെയ്യാവുന്നതാണ് പുള്ളി. അപ്പോൾ ബുക്കൊന്നും മെയിൻറ്റെയിൻ ചെയ്യേണ്ടാവില്ല. ഓക്കെ, സോ ഇതാണ് എന്താ പറയുക നമ്മുടെ ഇവിടത്തേക്ക് അവസ്ഥ. ഓക്കെ, ഇങ്ങനത്തെ ഒരു അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്ലയൻ്റ് ആയിരിക്കും നിങ്ങൾക്ക് വരിക. അപ്പോൾ ഇവരുടെ ബുക്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും മുതലായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ഓക്കെ, അതായത് വെരി സ്മോൾ സോൾ പ്രൊപ്പറേറ്റേഴ്സ് ആൻഡ് പാർട്ണർഷിപ്പ് ബിസിനസ് ഡു നോട്ട് മെയിൻറ്റെയിൻ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ്. അവരെന്താണ് സിംഗിൾ എൻട്രി ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത്. അവർക്ക് പ്രോപ്പർ ബുക്സ് ഉണ്ടാവില്ല, ജസ്റ്റ് എഴുതി പോവുകയായിരിക്കും. അതായത് ഇത്ര സെയിൽ നടന്നു, അതുപോലെ തന്നെ ഇത്ര ആള് തരാനുണ്ട്, അങ്ങനെയുള്ള രീതിയിൽ.
ഓക്കെ, അങ്ങനെ ജസ്റ്റ് ഒരു ലിസ്റ്റ് മാത്രം ഉണ്ടാവും. ഇതാണ് നമ്മൾ എന്താ പറയുക ഫിനാൻഷ്യൽസിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. സോ അതൊക്കെ എങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെ പഠിക്കുന്നത്. ഓക്കെ, പിന്നെ എന്താണ് നമുക്ക് എന്താ പറയുക നമ്മൾ പറയുന്നത് സിംഗിൾ എൻട്രി മാത്രമല്ല, ചിലപ്പോൾ എന്താണ് വേറെയും റീസൺസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതായത് ഇങ്ങനെ ബുക്സ് എന്താ പറയുക ഇങ്ങനെ ഇൻകംപ്ലീറ്റ് റെക്കോർഡ് ആവാൻ വേറെയും പല കാര്യങ്ങളുണ്ടാവാം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അക്കൗണ്ടിങ് റെക്കോർഡ്സ് ഒക്കെ എന്താണ് ആക്സിഡന്റ് അല്ലെങ്കിൽ ഫയറിൽ നഷ്ടപ്പെട്ടു പോയതുണ്ടാവാം. പിന്നെന്താണ് ചില എസെൻഷ്യൽ ഫിഗേഴ്സ് ഒക്കെ അൺനോൺ ആയിട്ടുള്ള ചില ബാലൻസിങ് എന്താ പറയുക അങ്ങനത്തെ ഇൻവെന്ററി ഒക്കെ ചിലപ്പോൾ ഡാമേജ് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ് അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടും അക്കൗണ്ട്സ് ഇൻകംപ്ലീറ്റ് ആയിട്ട് വരാം. ഓക്കെ, സോറി, അങ്ങനത്തെ കേസിലും ഈ അക്കൗണ്ട്സ് ഇൻകംപ്ലീറ്റ് ആയിട്ട് വരാം. ഓക്കെ, സോ പക്ഷെ എന്താണ് എല്ലാ ബിസിനസ്സിനും എന്താണ് അവർക്ക് അവരുടെ പ്രോഫിറ്റ് എത്രയാണെന്ന് അറിയണം, അതുപോലെ തന്നെ അവരുടെ ഫിനാൻഷ്യൽ പൊസിഷനും അറിയണം. സോ എങ്ങനെ നമുക്ക് ഇങ്ങനത്തെ അക്കൗണ്ട്സിനെയൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ട് ഇവർക്ക് എന്താ പറയുക ഒരു റിലയബിൾ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, അതായത് അവരുടെ പ്രോഫിറ്റും ഫിനാൻഷ്യൽ പൊസിഷൻ എങ്ങനെ അറൈവ് ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റിയാണ് ഇവിടെ നോക്കുന്നത്. പിന്നെ എന്താണ് സിംഗിൾ എൻട്രി സിസ്റ്റത്തെ പറ്റി പറയുന്നുണ്ട്. സിംഗിൾ എൻട്രി സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ദാറ്റ് ഫോർ സം ട്രാൻസാക്ഷൻ ബുക്ക് കീപ്പേഴ്സ് കംപ്ലീറ്റ് എൻട്രീസ് ആൻഡ് സം അതേഴ്സ് ദേ കംപ്ലീറ്റ് ജസ്റ്റ് വൺ ആസ്പെക്ട് ഓഫ് ദ ട്രാൻസാക്ഷൻ. അതായത് ചില എൻട്രീസ് ചില ട്രാൻസാക്ഷൻ എന്ത് ചെയ്യും ഇവര് ഡബിൾ എൻട്രി രീതിയിൽ തന്നെ ബുക്ക് ചെയ്യും, രണ്ട് സൈഡിൽ എഫക്റ്റ്. ഇപ്പൊ ക്യാഷ്, അതായത് ഒരാളുടെ നിന്ന് ക്യാഷ് കിട്ടിയെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു ബാങ്കിൽ നിന്ന് ബാങ്കിലേക്ക് ഒരാൾ ഒരു ഡെപ്റ്റർ കാശ് അയച്ചെന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും പുള്ളി ഡെപ്റ്റേഴ്സിന്റെ ബുക്സിലും റെക്കോർഡ് ചെയ്യും. പിന്നെ എന്താണ് ബാങ്കിലും ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാവും. അങ്ങനെ ഡബിൾ എൻട്രി പാസ്സാവും. പക്ഷെ എന്താണ് ചില കേസസിൽ ഇപ്പൊ ക്യാഷിന് സെയിൽ നടന്നെങ്കിൽ പുള്ളി സെയില് ഇത്ര രൂപ എന്ന് മാത്രമേ എഴുതി വെച്ചിട്ടുണ്ടാവുള്ളൂ, അല്ലാതെ അത് ക്യാഷ് എത്ര കിട്ടിയെന്നോ അത് രണ്ട് അക്കൗണ്ടിലേക്ക് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കാണിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. അതിന്റെ ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. അത് സിംഗിൾ എൻട്രി സിസ്റ്റം എന്താണ് ഇന്നാക്യുറേറ്റ് ആണ്, അൺസയന്റിഫിക് ആണ്, അൺസിസ്റ്റമാറ്റിക്കും ആണ്. ഓക്കെ, പിന്നെ എന്താണ് ദർ ഇസ് ജനറലി നോ റെക്കോർഡ് ഓഫ് റിയൽ ആൻഡ് നോമിനൽ അക്കൗണ്ട്സ്. നോമിനൽ റിയൽ അതായത് ഫിക്സഡ് അസറ്റിന്റെ പോലത്തെ, പിന്നെ അതുപോലെ തന്നെ നോമിനൽ അക്കൗണ്ട്സ് ആയിട്ടുള്ള എന്താ പറയുക എക്സ്പെൻസുകൾ അങ്ങനത്തെ ഉള്ളതിൻ്റെയൊക്കെ ചില അക്കൗണ്ട്സ് ഒന്നും കീപ്പ് ചെയ്യാണ്ടാവില്ല. ഓക്കെ, ഇതിനൊക്കെ പകരം എന്താണ് ക്യാഷ് ട്രാൻസാക്ഷൻ്റെയും പിന്നെ എന്താണ് പേഴ്സണൽ അക്കൗണ്ട്സിൻ്റെയൊക്കെയാണ് കൂടുതൽ റെക്കോർഡ്സും ഇവരുടെ ഉണ്ടാവുകയുള്ളൂ. പിന്നെ എന്താണ് ക്യാഷ് ബുക്കിൽ എന്താണ് പേഴ്സണലും ബിസിനസ് ട്രാൻസാക്ഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതെന്താണ് സ്വന്തം നിങ്ങൾ കണ്ടല്ലേ ഇപ്പൊ ചില ആൾക്കാർ ചില ബിസിനസ് ചെയ്യുന്നവരെന്താണ് അവരുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്കും ഇപ്പൊ എന്താണ് ഒരു ട്രിപ്പ് പോയി അല്ലെങ്കിൽ എന്താണ് ഒരു പാർട്ടി, ഇപ്പൊ വീട്ടിൽ ആരെങ്കിലും ബർത്ത്ഡേ ഉണ്ടാവും അതിനൊക്കെ പാർട്ടി നടത്തിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഉള്ള എക്സ്പെൻസുകൾ എന്ത് ചെയ്യും ഇവരുടെ ബുക്സിൽ ക്യാഷ് ബുക്കിലൊക്കെ റെക്കോർഡ് ചെയ്ത് വയ്ക്കും. ഓക്കെ, സോ അതൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് സ്പ്ലിറ്റ് ചെയ്യണം, കാരണം എന്താണ് അതൊക്കെ ഡ്രോയിങ് ആയിട്ട് വരേണ്ടതാണ്. ഓക്കെ, പിന്നെ എന്താണ് ദർ ഇസ് നോ യൂണിഫോമിറ്റി, അതായത് റെക്കോർഡ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഒരു യൂണിഫോമിറ്റി ഉണ്ടാവില്ല. കഴിഞ്ഞ കൊല്ലത്തിൽ ചിലപ്പോൾ WDV മെത്തേഡ് ആയിരിക്കും ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്യുക, ചിലപ്പോൾ ഈ കൊല്ലം എന്താ പറയുക ഡിപ്രിസിയേഷനെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവില്ല, അങ്ങനത്തെ ഉള്ള കേസസ്. ഓക്കെ, പിന്നെന്താണ് പിന്നെ എപ്പോഴും പറയുന്ന ഒരു സേഫ്റ്റി പോലെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ് ഒരു എസ്റ്റിമേറ്റ് ആയിരിക്കും. കാരണം എന്താണ് ഇൻഫർമേഷൻ കംപ്ലീറ്റ് അല്ല. അപ്പം എന്താണ് ഒരു എസ്റ്റിമേറ്റ് ഉള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് ഇല്ലാത്ത ഇൻഫർമേഷൻ മാക്സിമം കണ്ടുപിടിക്കാൻ നോക്കും, അത് വെച്ചിട്ട് നമ്മളൊരു പ്രോഫിറ്റ് അറൈവ് ചെയ്യുന്നതാണ് അല്ലേ. അതുപോലെ എന്താണ് ഇതിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അത്ര കറക്റ്റ് ആയിരിക്കില്ല. കാരണം എന്താണ് നമ്മളിവിടെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നില്ല, പകരം എന്താണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ സിംഗിൾ എൻട്രി തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് പ്യുവർ സിംഗിൾ എൻട്രി, അതായത് എന്താണ് ഓൺലി പേഴ്സണൽ അക്കൗണ്ട്സ് മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ. ഓക്കെ, വേറെ ക്യാഷും ബാങ്ക് ബാലൻസ് സെയിൽസ് പർച്ചേസ് അങ്ങനത്തെ ഉള്ളതിനെ പറ്റി ഒരു ഇൻഫർമേഷനും ഉണ്ടാവില്ല. ഓക്കെ, അപ്പം എന്താണ് ബേസിക് ഇൻഫർമേഷൻ എന്താ പറയുക പ്രൊവൈഡ് ചെയ്യാൻ എന്താ പറയുക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കാരണം ഇങ്ങനത്തെ ഒരു സിംഗിൾ എൻട്രി പ്യുവർ സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത് ആക്ച്വലി എക്സിസ്റ്റ് ചെയ്യുന്നില്ല. പ്രാക്ടിക്കലി അതൊരിക്കലും പോസിബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ, അതായത് ക്യാഷ് ഒന്നും റെക്കോർഡ് ചെയ്യാണ്ട് ഒരിക്കലും ഒരു ബിസിനസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഇതൊക്കെ എന്താണ് ഒരു പേപ്പറിൽ മാത്രം, അതായത് തിയറിറ്റിക്കലി മാത്രമുള്ള ഒരു തിയറിയാണ് പ്യുവർ സിംഗിൾ എൻട്രി എന്ന് പറയുന്നത്. സിമ്പിൾ സിംഗിൾ എൻട്രി എന്ന് പറയുന്നത് എന്താണ് ഇതിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന അക്കൗണ്ട്സ് എന്തൊക്കെയാണ് പേഴ്സണൽ അക്കൗണ്ടും ക്യാഷ് ബുക്കും, ഇത് രണ്ടും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, ഈ രണ്ട് അക്കൗണ്ട്സ് എന്താണ് ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ തന്നെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പക്ഷെ എന്താണ് ബാക്കി വേറെ അക്കൗണ്ട്സ് അതായത് അസറ്റിനെ പറ്റിയോ അങ്ങനത്തെ ഉള്ള ഒരു ലെഡ്ജേഴ്സും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടാവില്ല. ഓക്കെ, സോ അതൊക്കെ നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. പിന്നെ എന്താണ് കോസി സിംഗിൾ എൻട്രി സിസ്റ്റം, അതായത് ഇത് ഇത്രയും കൂടി അഡ്വാൻസ്ഡ് ആണ്. അതായത് ഇതിൽ എന്താണ്
പേഴ്സണൽ അക്കൗണ്ട്സ്, ക്യാഷ് ബുക്ക്, പിന്നെ ചില സബ്സിഡറി ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യും. അതായത് എന്താണ് സെയിൽസ് ബുക്ക്, പർച്ചേസ് ബുക്ക്, ബിൽസ് ബുക്ക്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ. അതായത് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് ബുക്കുകളും കൂടി ഇവർ മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, ഇത് നമുക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ഫിനാൻഷ്യൽസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നിങ്ങൾ ഈ ഒരു ഇതിൽ അറിയേണ്ട 2 മെയിൻ ഫോർമുലാസ് ഉണ്ട്. ഒന്ന് ഇവിടെ തന്നിട്ടുണ്ട്. അതായത് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിൽ ക്ലോസിങ് ക്യാപിറ്റൽ മൈനസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ ആയിരിക്കും. ഓക്കെ, അതായത് നോർമലി നമുക്ക് എന്തായിരിക്കും? ഇന്നത്തെ ക്യാപിറ്റൽ അറിയായിരിക്കും, നമുക്ക് തുടക്കമുള്ള ക്യാപിറ്റൽ അറിയായിരിക്കും. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും? പ്രോഫിറ്റ് ആയിരിക്കും. ഓക്കെ, കാരണം ഓപ്പണിംഗ് പ്ലസ് പ്രോഫിറ്റ് ആണല്ലോ ക്ലോസിങ് ക്യാപിറ്റൽ. അത് നമ്മൾ ആ ഇക്വേഷൻ ഒന്ന് തിരിച്ചു കിട്ടും. അതായത് നമുക്ക് ക്ലോസിങ് ക്യാപിറ്റൽ അറിയായിരിക്കും, ഓപ്പണിംഗ് ക്യാപിറ്റൽ അറിയായിരിക്കും. പക്ഷെ പ്രോഫിറ്റ് അങ്ങനെ നമുക്കറിയില്ല. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ എളുപ്പം ക്ലോസിങ് ക്യാപിറ്റൽ മൈനസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ഫോർമുല എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ ബാലൻസ് ഷീറ്റ് ഫോർമുല, അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്ന ഫോർമുലയാണ്. അത് നമ്മൾ അറിയണം. ഓക്കെ, കാരണം അത് വെച്ചിട്ടാണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ പല കാര്യങ്ങളും കണ്ടുപിടിക്കാൻ പോകുന്നത്. പിന്നെ മെത്തേഡ് ഓഫ് ക്യാപിറ്റൽ കമ്പാരിസൺ. അതായത് ആ ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നതിന് ഒരു ഫോർമുല ഉണ്ട്. അത് വേറെ ഒന്നല്ല, അതായത് ക്യാപിറ്റൽ അറ്റ് ദി എൻഡ്. അതായത് ഈ ഒരു ഫോർമുല ഉണ്ടായെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾക്ക് അറിയാവുന്ന ഫോർമുല തന്നെ. ബാലൻസ് ഷീറ്റിൽ നമ്മൾ കുറച്ച് കഴിഞ്ഞ ചാപ്റ്ററിൽ വരെ ചെയ്തേക്കുന്ന സംഭവമാണ്. അതായത് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഒരു എമൗണ്ട് ഉണ്ടാവും. ഇതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യും? ആഡ് പ്രോഫിറ്റ് ഓർ ലോസ്. ആഡ് പ്രോഫിറ്റ് ഓർ ലോസ്. പിന്നെ എന്താ ആഡ് ചെയ്യും? ആഡ് ന്യൂ ക്യാപിറ്റൽ, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്. ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ക്യാപിറ്റൽ നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും. എന്നിട്ട് ഡ്രോയിങ്സ് എന്ത് ചെയ്യും? നമ്മൾ ലെസ് ചെയ്യും. ഓക്കെ, ലോസ് ആണെങ്കിൽ നമ്മൾ ലെസ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് കഴിയുമ്പോൾ എന്താ കിട്ടും? ക്ലോസിങ് ക്യാപിറ്റൽ കിട്ടും. ഓക്കെ, ഈ ഫോർമുല തന്നെ, അതായത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ നമ്മൾ ക്ലോസിങ് ക്യാപിറ്റൽ തന്നെ ഈ ഫോർമുല നിന്ന് റീഅറേഞ്ച് ചെയ്ത് തന്നേക്കുന്നതാണ് ഈ ഒരു ഫോർമുല. കാരണം ഇവിടെ നമ്മൾ ഇങ്ങനെയാണ് പ്രോഫിറ്റ് അറൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇതിലെന്താണ്? ക്യാപിറ്റൽ അറ്റ് ദി എൻഡ് തന്നിട്ടുണ്ട്. അതായത് നമുക്ക് ക്ലോസിങ് ക്യാപിറ്റൽ ആയിരിക്കും ചിലപ്പോൾ പുള്ളിക്ക് അറിയാവുന്നത്. അത് പുള്ളി തരും. എന്നിട്ട് ഈ കൊല്ലം ഇത്ര വിഡ്രോൾസ് നടത്തിയിട്ടുണ്ടെന്ന് പുള്ളിയുടെ കയ്യിലുണ്ടാവും. പുള്ളി അത് ആ ഡീറ്റെയിലും തരും. പിന്നെ എന്തെങ്കിലും ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് പുള്ളിക്ക് അറിയാൻ പറ്റും, അതും തരും. പിന്നെ നമുക്ക് വരുന്നത് ഓപ്പണിംഗ് ക്യാപിറ്റൽ. അതായത് ഈ കൊല്ലം തുടങ്ങിയപ്പോൾ ഉള്ള നമ്മുടെ കയ്യിൽ ക്യാപിറ്റലും പുള്ളിക്ക് അറിയാൻ പറ്റും. സോ ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് ചെയ്യുന്ന ഡ്രോയിങ്സ്, അതായത് ക്ലോസിങ്, ഇവിടെ നമ്മൾ ക്ലോസിങ് ക്യാപിറ്റൽ വെച്ചാണ് എൻഡ് ചെയ്തെങ്കിൽ ഈ ഒരു ഫോർമുലയിൽ ഈ ക്ലോസിങ് ക്യാപിറ്റൽ വെച്ചാണ് തുടങ്ങുന്നത്. അപ്പം ഈ ആഡ് ചെയ്യുന്നതൊക്കെ മൈനസ് ചെയ്യേണ്ടി വരും, മൈനസ് ചെയ്യേണ്ടതൊക്കെ ആഡ് ചെയ്യേണ്ടിയും വരും. അപ്പോൾ ക്ലോസിങ് ക്യാപിറ്റലിൽ നിന്ന് ഡ്രോയിങ്സ് ആഡ് ചെയ്യുക. പിന്നെ ഫ്രഷ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലെസ് ചെയ്യുക. പിന്നെ ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ് ലെസ് ചെയ്യുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ഇവിടുത്തെ ഈ ഒരു ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ഉള്ള ഒരാളുടെ അക്കൗണ്ട്സിൽ നമ്മൾ പ്രോഫിറ്റ് ഇക്വേഷൻ വഴി അറൈവ് ചെയ്യുന്നത്. സോ ഇതിനൊരു ഇല്ലസ്ട്രേഷൻ തന്നിട്ടുണ്ട്. അതായത് രാജു എന്ന് പറയുന്ന ആൾ പ്രോപ്പറായിട്ട് ബുക്സ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. പുള്ളി താഴെ കുറച്ച് ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മുടെ പ്രോഫിറ്റ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. സോ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഉണ്ട്, ക്ലോസിംഗ് ക്യാപിറ്റൽ ഉണ്ട്, ഡ്രോയിങ്സ് ഉണ്ട്, പിന്നെ ക്യാപിറ്റൽ ആഡഡ് ഡ്യൂറിങ് ദി, അതായത് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതും ഇവർ തന്നിട്ടുണ്ട്. ഓക്കെ, സോ സൊല്യൂഷൻ ഇങ്ങനെയാണ്. അതായത് ക്ലോസിംഗ് ക്യാപിറ്റൽ നമുക്കറിയാലോ. സോ ക്ലോസിംഗ് ക്യാപിറ്റൽ 12,500 നമ്മൾ എഴുതി. ഇതിൻ്റെ കൂടെ ഡ്രോയിങ്സ് 3,000 ഉണ്ട്. അത് എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. കാരണം ക്ലോസിംഗ് ബാലൻസിൽ നിന്ന് നമ്മൾ ഡ്രോയിങ്സ് ആഡ് ബാക്ക് ചെയ്യുക. സോ 15,500 കിട്ടി. ഇനി അഡീഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലെസ് ചെയ്യുക. ഓക്കെ, അതായത് എന്തെങ്കിലും നമ്മൾ അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അത് ലെസ് ചെയ്യുക. പിന്നെ ഓപ്പണിംഗ് ക്യാപിറ്റൽ ലെസ് ചെയ്യുക. അങ്ങനെ നമുക്ക് ബാലൻസ് കിട്ടുന്ന എമൗണ്ട് എന്തായിരിക്കും? നെറ്റ് പ്രോഫിറ്റ് ആയിരിക്കും. ഓക്കെ, നമുക്ക് വേറൊരു ആൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലെഡ്ജർ പ്രിപ്പയർ ചെയ്തിട്ട് ക്യാപിറ്റൽ പോലെയുള്ളൊരു ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഒരു ലെഡ്ജർ പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓപ്പണിംഗ് ക്യാപിറ്റൽ ഇവിടെ ഇടും, 10,000 ഇവിടെ ഇടും, ക്ലോസിംഗ് ക്യാപിറ്റൽ ഇവിടെ ഇടും, ഡ്രോയിങ്സ് ലെഫ്റ്റ് സൈഡിൽ വരും, അഡീഷണൽ ക്യാപിറ്റൽ ക്രെഡിറ്റ് സൈഡിൽ കൊണ്ടുവരും. എന്നിട്ട് നെറ്റ് പ്രോഫിറ്റ് ബാലൻസിങ് ഫിഗർ ആയിട്ട് നമ്മൾ അറൈവ് ചെയ്യും. ഓക്കെ.
ഓക്കെ, പിന്നെന്താണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫെയർ പ്രിപ്പയർ ചെയ്യുമ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ അക്കൗണ്ട് ഇക്വേഷൻ ആണ് ക്യാപിറ്റൽ അസറ്റ് ക്യാപിറ്റൽ ഈക്വൽ ടു അസറ്റ് മൈനസ് ലയബിലിറ്റി എന്നുള്ള ഇക്വേഷൻ നമ്മൾ നോക്കണം. പിന്നെന്താണ് നമ്മളൊരു അക്കൗണ്ടന്റ് നമ്മുടെ എന്താ പറയുക ഇങ്ങനെ ഒരു ഇത് കിട്ടിയാൽ നമ്മൾ എന്തൊക്കെ സോഴ്സ് ഉണ്ടോ അതിൽ നിന്നൊക്കെ നമ്മൾ എന്താ പറയുക എന്തൊക്കെ ഡാറ്റയാണ് എടുക്കേണ്ടതെന്ന് പറയുന്നത്. അതായത് ക്യാഷ് ബുക്കിൽ നിന്ന് നമുക്ക് ക്യാഷ് ബാലൻസ് കിട്ടണം, പാസ് ബുക്കിൽ നിന്ന് ബാങ്ക് ബാലൻസ് കിട്ടണം, പേഴ്സണൽ ലെഡ്ജറിൽ നിന്ന് എന്താണ് ഡെപ്റ്റേഴ്സിന്റെ ക്രെഡിറ്റേഴ്സിന്റെ ബാലൻസ് കിട്ടും, ഇൻവെന്ററിയിൽ നിന്ന് എന്താണ് അത് ആക്ച്വൽ കൗണ്ടിങ് അല്ലെങ്കിൽ വാല്യുവേഷൻ വഴി നമുക്ക് കണ്ടെത്താൻ പറ്റും. ഓക്കെ, ഫിക്സഡ് അസറ്റ് എന്താണ് അതിന്റെ ഒരു ലിസ്റ്റ്. നമുക്ക് ഫിക്സഡ് അസറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അത് അറിയാൻ പറ്റില്ല, ആ പ്രോപ്പർട്ടിന് അറിയാൻ പറ്റും. എനിക്ക് എന്താ പറയുക ഒരു പ്ലാന്റ് ഉണ്ട് അല്ലെങ്കിൽ എന്താണ് ഒരു പ്രോസസ്സിങ് യൂണിറ്റ് ഉണ്ട്, അതിന് ഏകദേശം വാങ്ങിച്ചപ്പോൾ ഇത്രയായിരുന്നു, വാങ്ങിച്ചത് ഇത്ര കൊല്ലം മുമ്പാണ്. അപ്പോൾ അതിൻ്റെ ഒരു നോമിനൽ റേറ്റ് ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്ത് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ഇവിടെ ബാലൻസ് ഷീറ്റ് അല്ല സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫെയർസ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫോർമാറ്റ് ആണ്. ആക്ച്വലി ഇത് ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ് തന്നെയാണ്. എന്താണ് ബിൽഡിംഗ് മെഷീനറി ഉണ്ട്, ഫർണിച്ചർ, ഇൻവെന്ററി, സൺഡേ ഡെപ്റ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, ലോൺസ്, ക്യാഷ് ആൻഡ് ബാങ്ക്, പ്രീപെയ്ഡ് എക്സ്പെൻസ്. പിന്നെ എന്താണ് ലോൺസ്, ലയബിലിറ്റിയിൽ ലോൺസ് ഉണ്ടാവും, സൺഡേ ക്രെഡിറ്റേഴ്സ് ഉണ്ടാവും, ബിൽസ് പേബിൾ ഉണ്ടാവും, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഉണ്ടാവും. എന്നിട്ട് എന്താണ് ഈ അസറ്റിൽ നിന്ന് ഈ ലയബിലിറ്റീസ് കുറയ്ക്കുമ്പോൾ ബാലൻസിങ് ഫിഗർ ആയിട്ട് ക്യാപിറ്റലിൽ നമുക്ക് അറൈവ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്താണ് താഴെ ഒരാളുടെ ബിസിനസിന്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് എന്താണ് നമ്മുടെ അടുത്ത് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് രാകേഷ് എത്ര ഏൺ ചെയ്തിട്ടുണ്ട് എന്നറിയാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, സോ പുള്ളി എത്രയാണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് 1 lakh ആണ്. ഓക്കെ, ക്യാഷ് ബാലൻസ് മറ്റു കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, അതായത് അസറ്റ് റിലേറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ എന്താണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫെയർസ് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ഓക്കെ, സോ അതിൽ എന്താണ് ക്യാഷ് ബാലൻസ് പുള്ളി തന്നിട്ടുണ്ട് 3200. ഓക്കെ, സോ നമ്മളത് ഇവിടെ എഴുതുന്നു. പിന്നെന്താണ് ഇൻവെന്ററി തന്നിട്ടുണ്ട് അല്ലേ 34,400. സൺഡേ ഡെപ്റ്റേഴ്സിന്റെ വാല്യൂം പുള്ളി നേരിട്ട് തന്നിട്ടുണ്ട്. അതായത് റിസീവബിൾ ഫ്രം അജയ് അഗെയിൻസ്റ്റ് ക്രെഡിസെലിനെ ഉള്ള റിസീവബിൾ, അതായത് സൺഡേ ഡെപ്റ്റേഴ്സിനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെന്താണ് മെഷീനിന്റെ വാല്യൂ 85,000 തന്നിട്ടുണ്ട്. പിന്നെന്താണ് പേയബിൾ ടു വിനോദ്, അതെന്താണ് സൺഡേ ക്രെഡിറ്റർ ആയിരിക്കും. ഓക്കെ, സോ അത് 12,000 ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെന്താണ് ബാങ്കിൽ നിന്നുള്ള ലോണിന്റെ എമൗണ്ട് തന്നിട്ടുണ്ട്. പിന്നെ ഡ്രോയിങ്സ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന് മുമ്പ് എന്താണ് അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് എന്താണ് ക്ലോസിംഗ് ക്യാപിറ്റൽ അറിവ് ചെയ്യാറ്റ്, അതായത് അസറ്റ് മൈനസ് ലയബിലിറ്റി എന്ന് പറയുന്നതായിരിക്കും ക്ലോസിംഗ് ക്യാപിറ്റൽ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇനി എന്തുണ്ട് ക്ലോസിംഗ് ക്യാപിറ്റൽ ഉണ്ട്, പിന്നെ എന്താണ് ഡ്രോയിങ്സ് ഉണ്ട്, ഓപ്പണിംഗ് ക്യാപിറ്റലും ഉണ്ട്. അത് വെച്ച് നമുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കാമല്ലോ. അതായത് ഇൻട്രൊഡ്യൂസ് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള അസംഷനിലാണ് നമ്മളിത് പോകുന്നത്. കാരണം ഈ അക്കൗണ്ട്സ് എന്താ പക്ക ആയിരിക്കില്ല, അപ്പോൾ നമ്മൾ എന്താണ് അസംഷൻസ് എടുക്കേണ്ടി വരും. സോ ക്ലോസിംഗ് ക്യാപിറ്റൽ കൊടുത്തു, അതിൻ്റെ കൂടെ എന്താണ് ഡ്രോയിങ്സ് ആഡ് ചെയ്തു, പിന്നെന്താണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ ലെസ് ചെയ്തു. അപ്പോൾ 56,000 രൂപ നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടി. ഓക്കെ, ഇങ്ങനെ ഇതൊരു നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്താ പസിലാണ്. കാരണം ഇവിടെ പറയുന്നൊന്നുമില്ല സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫെയർ പ്രിപ്പയർ ചെയ്യാമെന്ന് പറയാനുള്ള. പക്ഷെ എന്താണ് നമുക്ക് തന്നേക്കുന്നത് എന്താണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫെയർ പ്രിപ്പയർ ചെയ്യാനുള്ള ഡാറ്റയാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫെയർ പ്രിപ്പയർ ചെയ്യുക, ക്ലോസിംഗ് ക്യാപിറ്റൽ അറൈവ് ചെയ്യുക, എന്നിട്ട് എന്താണ് അതിൽ നിന്ന് ഡ്രോയിങ്സ് ആഡ് ചെയ്യുക, അതുപോലെ തന്നെ ഓപ്പണിംഗ് ക്യാപിറ്റൽ ലെസ് ചെയ്യുക. സോ അങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് എന്താണ് പ്രോഫിറ്റ് കിട്ടിയെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇങ്ങനെ എന്താ ഒരു പസിൽ പോലെ ഇങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റിയൊരു ചാപ്റ്ററാണ് ഇത് തന്നിരിക്കുന്നത്. ഇനി സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫെയറും ബാലൻസ് ഷീറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറയുന്നത്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫെയർ എന്നാൽ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺ ദ ബേസ് ഓഫ് ട്രാൻസാക്ഷൻ പാർട്ട്ലി റെക്കോർഡഡ് അണ്ടർ ഡബിൾ എൻട്രി സിസ്റ്റം. അതായത് മോസ്റ്റ് ഓഫ് ദ അസറ്റ്സ് ആർ റെക്കോർഡ് ബേസ്ഡ് ഓൺ എസ്റ്റിമേറ്റ് അസംഷന്റെ ബേസിലാണ് ഇവർ റെക്കോർഡ് ചെയ്യുന്നതെന്നൊക്കെയാണ് പറയുന്നത്. ബാലൻസ് ഷീറ്റ് എന്താണ് സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്ന ഒരു ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്നതാണ്. അതെന്താണ് അത് സബ്സിഡറിയും അതുപോലെ ലെഡ്ജേഴ്സും അതിന് ഡോക്യുമെന്ററി എവിഡൻസ് ഒക്കെ ഉണ്ടാവും, അത് ബാലൻസ് ഷീറ്റിന് സപ്പോർട്ട് ചെയ്യാം. പക്ഷേ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫെയർസിന് ഇതൊന്നും ഉണ്ടാവില്ല. ഓക്കെ, സോ ഇങ്ങനെയാണ് എന്താണ് സോഴ്സ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫെയറിന്റെ ബാലൻസ് ഷീറ്റിന്റെ സോഴ്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ക്യാപിറ്റലിനെ പറയുകയാണെങ്കിൽ എന്താണ് ക്യാപിറ്റൽ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫെയറിൽ എന്താണ് ഒരു ബാലൻസിങ് ഫിഗർ ആണല്ലേ, അതായത് അസറ്റിൽ നിന്ന് ലയബിലിറ്റീസ് കുറയ്ക്കുമ്പോൾ ഉള്ള ബാലൻസിങ് ഫിഗർ ആണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫെയറിൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. പക്ഷെ എന്താണ് ബാലൻസ് ഷീറ്റിൽ അങ്ങനെയല്ല. ബാലൻസ് ഷീറ്റ് ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് ലെഡ്ജർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതിൽ നിന്ന് കിട്ടുന്ന ബാലൻസ് ആയിരിക്കും ബാലൻസ് ഷീറ്റിൽ എന്താ പറയുക ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ഒമിഷൻ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ് ഒരു ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിൽ നിന്ന് ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ ഒമിഷനുള്ള ചാൻസസും കൂടുതലാണ്. പിന്നെ അത് ഐഡന്റിഫൈ ചെയ്യാനും വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്താണ് നമ്മൾ ബാലൻസ് ഷീറ്റൊക്കെ ആണെങ്കിൽ എന്താണ് ഒമിഷന്റെ പോസിബിലിറ്റി വളരെ കുറവാണ്. ഇൻ കേസ് ഒമിഷൻ ഉണ്ടെങ്കിൽ എന്താണ് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം എന്താണ് ട്രയൽ ബാലൻസ് ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇനി വാല്യുവേഷൻ അസറ്റൊക്കെ എന്താണ് വാല്യുവേഷൻ, അതൊരു എന്താ പറയുക ഒരു ഊഹക്കണക്കാണ്, അല്ലെങ്കിൽ എന്താണ് ഒരു ഏകദേശം ആർബിട്രറി. അതായത് ഇന്ന് നമ്മൾ ചെന്നിട്ട് എന്താണ് ചിലപ്പോൾ അതിന്റെ
റീസെയിൽ വാല്യൂ അല്ലെങ്കിൽ എന്താണ് അങ്ങനത്തെ നെറ്റ് റിയലൈസബിൾ വാല്യൂ ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത് അസറ്റിന്റെ വാല്യൂഷൻ. പക്ഷെ എന്താണ് ബാലൻസ് ഷീറ്റിൽ എന്താണ് അത് സയന്റിഫിക് ബേസിലാണ് നമ്മൾ ഡിപ്രിസിയേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്ത് ഒറിജിനൽ കോസ്റ്റ് ചെയ്യുന്ന ഡിപ്രിസിയേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്ത് വരുന്ന അറൈവ് ചെയ്യുന്നതായിരിക്കും എന്താ പറയുക ബാലൻസ് ഷീറ്റിലെ ഫിക്സ്ഡ് അസറ്റിന്റെ വാല്യൂ. പിന്നെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫെയർ ഉണ്ടാക്കുന്നതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ് ക്യാപിറ്റൽ ഫിഗർ അറൈവ് ചെയ്യാനാണ്. ഓക്കെ, എന്നിട്ട് എന്താണ് അത് വെച്ചിട്ട് നമ്മൾ പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ അറൈവ് ചെയ്യാനാണ്. പക്ഷെ എന്താണ് ഇതിൽ എന്താണ് ഒബ്ജക്റ്റീവ് എന്താണ് ബാലൻസ് ഷീറ്റ് ഫിനാൻഷ്യൽ, അതായത് ആ ഒരു ഡേറ്റിലെ കറക്റ്റ് ഫിനാൻഷ്യൽ പൊസിഷൻ കൊടുക്കാനാണ് ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. എന്താണ് നമ്മൾ മറ്റേ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫെയർ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ ജസ്റ്റ് എന്താ പറയുക ക്യാപിറ്റൽ ഫിഗറിലേക്ക് അറൈവ് ചെയ്യാനാണ്. ഓക്കെ, സോ നമുക്ക് അടുത്ത ഇലസ്ട്രേഷനിലേക്ക് കടക്കാം. അതായത് മൂന്നാമത്തെ ഇലസ്ട്രേഷൻ. ഇതിൽ പറഞ്ഞത് എന്താണ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് മിസ്റ്റർ എക്സ് അസ് ഓൺ 31st March 2022. ഓക്കെ, 2021 അതുപോലെ തന്നെ 31st March 2022, അതായത് 2 കാലത്തെ അസറ്റ് ആൻഡ് ലയബിലിറ്റീസിന്റെ ക്ലോസിംഗ് ബാലൻസസ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് വെച്ചിട്ട് ഇതിൽ ഡിപ്രിസിയേഷന്റെ അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് പറയുന്നത് ബിൽഡിങ്ങിന് ഡിപ്രിസിയേഷൻ 2.5 കൊടുക്കുന്നുണ്ട്. പിന്നെ ഫർണിച്ചറിന് 10% കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താണ് ലൈഫ് ഇൻഷുറൻസ് പോളിസി ഉണ്ടായിരുന്നു പുള്ളിയുടെ, അത് മെച്ചർ ആയിട്ടുണ്ട്. അതിൽ 40,000 എന്ത് ചെയ്തു ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു. അതായത് ക്യാപിറ്റലിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് ഇവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്താണ് പ്രോപ്പറായിട്ട് 2,000 രൂപ വെച്ച് 2,000 പെർ മന്ത് വെച്ച് എന്താണ് ഫാമിലി എക്സ്പെൻസിന് വേണ്ടി വിഡ്രോ ചെയ്യുന്നുണ്ട്. അതാണ് പുള്ളിയുടെ ഡ്രോയിങ്സ്. ഓക്കെ, സോ ഇത് വെച്ചിട്ട് എന്താണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫെയർ പ്രിപ്പയർ ചെയ്തിട്ട് ഓക്കെ ഇതിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫെയർ പ്രിപ്പയർ ചെയ്യാൻ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ എന്താണ് നമുക്ക് ഈ 2 കാലത്തെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫെയർ നോക്കാം. ഓക്കെ, സോ എന്താണ് നമുക്ക് ആദ്യം തന്നെ എന്താ പറയുക 2021 കാര്യങ്ങൾ നോക്കാം. അതായത് ബിൽഡിംഗ് 1 lakh തന്നിട്ടുണ്ട്. പിന്നെന്താണ് ഫർണിച്ചർ 50,000, അതുപോലെ തന്നെ ഇൻവെന്ററി 1,20,000. പിന്നെന്താണ് സൺഡേ ഡെപ്റ്റേഴ്സ് 40,000, ക്യാഷ് അറ്റ് ബാങ്ക്, ക്യാഷ് ഇൻ ഹാൻഡ്, ഇതെല്ലാം എന്താ പറയുക നേരിട്ട് നമ്മുടെ നമുക്ക് നേരിട്ട് അതിൻ്റെ ഡാറ്റാസ് ഒക്കെ തന്നിട്ടുണ്ട്. പിന്നെന്താണ് ലോൺസ് ആൻഡ് ലയബിലിറ്റി 1 lakh തന്നിട്ടുണ്ട്, ക്രെഡിറ്റേഴ്സ് 40,000 തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെന്താണ് ബാലൻസ് ഫിഗർ ആയിരിക്കും ക്യാപിറ്റലിൽ നിന്ന് ഓപ്പണിംഗ് ക്യാപിറ്റലായിട്ട് വരുന്നത് ബാലൻസ് ഫിഗർ ആയിരിക്കും. അത്ര നിങ്ങൾക്ക് അറിയാമല്ലോ. ഇനി ഈ കൊല്ലത്തെ കാര്യങ്ങൾ നോക്കാം. ഈ കൊല്ലത്തെ സിമ്പിളാണ്. അതായത് എന്താ പറയുക ഓൾറെഡി ഇതിൽ ബിൽഡിങ്ങിൻ്റെ ഫർണിച്ചറിൻ്റെ തന്നിട്ടില്ല. കാരണം എന്താണ് അതിന് വേണ്ടി അവർ ഡിപ്രിസിയേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഡിപ്രിസിയേഷൻ വെച്ചിട്ട് അതായത് ബിൽഡിങ്ങിന് 1 lakhന് 2.5 വെച്ചിട്ട് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ ബാക്കി 2,500, അപ്പോൾ ബാക്കി 97,500 നെറ്റ് എമൗണ്ട്. ഫർണിച്ചറിന് എത്രയാണ് 45,000 വരും. അതായത് 50,000ന് 10% 5,000, അതിൽ നിന്ന് അത് കുറയ്ക്കുമ്പോൾ 45,000. ഓക്കെ, പിന്നെന്താണ് ഇൻവെന്ററി തന്നിട്ടുണ്ട് 2,70,000 വന്നിട്ടുണ്ട്. പിന്നെന്താണ് സൺഡേ ഡെപ്റ്റേഴ്സ് 90,000, ബാങ്ക് 85,000, ക്യാഷ് 3,200. പിന്നെന്താണ് ലോണിന്റെ എമൗണ്ട് 80,000 വന്നിട്ടുണ്ട്. സൺഡേ ക്രെഡിറ്റേഴ്സിന്റെ വാല്യൂ 70,000 വന്നിട്ടുണ്ട്. ഓക്കെ, സോ അതിന്റെ ബാലൻസ് വരുമ്പോൾ നമുക്ക് എന്താണ് ക്ലോസിംഗ് ക്യാപിറ്റൽ നമുക്ക് അറൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ഈ എന്താ പറയുക പ്രൊപ്പറേറ്ററിന്റെ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസും ഡ്രോയിങ് എന്തിനാണ് തന്നേക്കുന്നത്, അത് ഈ ഒരു ക്വസ്റ്റ്യൻ അല്ല, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് 4th ഇലസ്ട്രേഷൻ നോക്ക്. അതായത് മുമ്പത്തെ 3 ടേക്ക് ഫിഗേഴ്സ് ഗീവൺ ഇൻ ഇലസ്ട്രേഷൻ 3 എന്നാണ് കേട്ടോ, ഇവർക്ക് തെറ്റിപ്പോയതാ, 4 അല്ല 3. എന്നിട്ട് എന്താണ് പുള്ളിയുടെ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് എന്താ പറയുക നമ്മുടെ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന്റെ ഡ്രോയിങ്സിന്റെ ഒക്കെ ആവശ്യം വരാം. അപ്പോൾ ഇതെന്താണ് ഇതിൽ നമുക്ക് എന്താണ് ക്ലോസിംഗ് ബാലൻസ് നമുക്ക് അറൈവ് ചെയ്തല്ലേ. അതായത് 4,40,700 ക്ലോസിംഗ് ബാലൻസ് നമ്മൾ അറൈവ് ചെയ്തു. ഇതിന്റെ കൂടെ എന്താണ് ഡ്രോയിങ്സ് ആഡ് ചെയ്യണം. ഓക്കെ, ഡ്രോയിങ്സ് എത്രയാണ് 2,000 × 12 വെച്ചിട്ട് 24,000, 2,000 പെർ മന്ത് ആണ്. അപ്പോൾ 12 വെച്ചിട്ട് 24,000 നമ്മൾ അറൈവ് ചെയ്തു. പിന്നെന്താണ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് എന്താണ് ലെസ് ചെയ്യണം, അത് 40,000 ആണ്. അത് ഇവിടെ തന്നിട്ടുണ്ട്, അത് ലൈഫ് ഇൻഷുറൻസ് കൊണ്ടുവന്നതാണ്. 40,000 ലെസ് ചെയ്തു. എന്നിട്ട് എന്താണ് പിന്നെന്താണ് നമ്മുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഉണ്ട്, അത് നമ്മൾ ലെസ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താണ് 1,83,500 രൂപ ഏകദേശം നമ്മുടെ പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് അറൈവ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതിൽ കുറച്ച് നോട്ട്സ് ജസ്റ്റ് പറയുന്നത് ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് ക്ലോസിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാൻ കാരണം എന്താണ് ഫ്രഷ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്, അതുകൊണ്ട് തന്നെ അത് ഡിഡക്ട് ചെയ്യുന്നു എന്ന് പറയുന്നത്. പിന്നെ എന്താണ് ക്ലോസിംഗ് ബാലൻസ് ക്യാപിറ്റൽ റെഡ്യൂസ് ഡ്യൂ ടു വിഡ്രോവൽ, അതായത് വിഡ്രോവൽ കാരണം എന്താണ് ക്ലോസിംഗ് ബാലൻസ് റെഡ്യൂസ് ചെയ്യുന്നത്, അപ്പോൾ അത് നമ്മൾ ആഡ് ബാക്കും ചെയ്യുന്നു. ഓക്കെ, ഇനി എന്താണ് നമുക്ക് 5th ഇലസ്ട്രേഷൻ നോക്കാം.
അതായത് ഇൻകം ടാക്സ് ഓഫീസർ ഓൺ അസസിങ് ദ ഇൻകം ഓഫ് ശ്രീ മോട്ടി ഫോർ ഫിനാൻഷ്യൽ ഇയർ 2020-21 ആൻഡ് 21-22 ഫീൽസ് ദാറ്റ് മോട്ടി എന്നാണ് പുള്ളിയുടെ ഇൻകം കറക്റ്റ്ലി ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ലെന്ന് പുള്ളിക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ പുള്ളി എന്ത് ചെയ്തു, താഴത്ത് രണ്ട് പർട്ടിക്കുലർ ഇയറിലെ, അതായത് ഒന്ന് ഫസ്റ്റ് ഏപ്രിൽ 2020 ഫസ്റ്റ് ഏപ്രിൽ 2022, അതായത് ഇത് ശ്രദ്ധിക്കുക, ഇതിൽ 2 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട് കേട്ടോ ഈ 2 ഡേറ്റുകൾ തമ്മിൽ. ഓക്കെ, എന്നിട്ട് ഇത് വെച്ചിട്ട് അപ്പൊ ഈ ഡീറ്റെയിൽ തന്നേക്കുന്നത് ഈ 2 ഇയറിലെയാണ് തന്നേക്കുന്നത്. ഓക്കെ, ഇത് വെച്ചിട്ട് എന്താ പറയാ, നമ്മുടെ അടുത്ത് എന്താ പറയാ, ഇൻകം ടാക്സ് ഓഫീസറിന് കറക്റ്റ് വർക്കിങ്സ് പ്രിപ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യാനാണ്, നമ്മുടെ അടുത്ത് ഇൻകം ഡിസ്ക്ലോസ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, സംഭവം സിമ്പിളൊക്കെ തന്നെയാണ്. അതായത് 2 കൊല്ലത്തെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫെയർ അല്ലെങ്കിൽ എന്താണ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക. അതൊന്നല്ലേ ഇങ്ങനെ എന്താ പറയാ, അസറ്റ് മൈനസ് ലയബിലിറ്റി അങ്ങനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫെയർ പ്രിപ്പയർ ചെയ്തിട്ടും കണ്ടുപിടിക്കുക 2 കൊല്ലത്തെ. സോ അത് നോക്കാം. അതായത് പുള്ളി തന്നേക്കുന്നത് വെച്ചിട്ട് എന്താണ്, അസറ്റ് സൈഡിൽ എന്തൊക്കെ നമുക്ക് യൂസ്ഫുൾ ആവും എല്ലാം തന്നിട്ടുണ്ടാവും. ക്യാഷ് ഇൻ ഹാൻഡ്, ഇൻവെന്ററി, സൺഡ്രി ഡെപ്റ്റേഴ്സ്, ലാൻഡ്, വൈഫിന്റെ ജ്വല്ലറി, അതൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, സോ അതൊക്കെ നമ്മൾ എടുത്തതാണ്. ക്യാഷ് ഇൻ ഹാൻഡ്, ഇൻവെന്ററി, സൺഡ്രി ഡെപ്റ്റേഴ്സ് ആൻഡ് വൈഫിന്റെ ജ്വല്ലറി ഒക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്. പിന്നെ എന്താണ് ലയബിലിറ്റിയിൽ എന്താണ് വരുന്നത് നോക്കാം. ലയബിലിറ്റി എന്താണ്, ഓയിങ് ടു മോട്ടീവ് ബ്രദർ, അതായത് എന്താണ് പുള്ളിക്ക് ഓ ചെയ്യുന്നത്, അതായത് മോട്ടിയുടെ ബ്രദറിന് പുള്ളി എന്താണ് 40,000 ഓ ചെയ്യുന്നുണ്ട്. പിന്നെ സൺഡ്രി ക്രെഡിറ്ററിന് 35,000 ഓ ചെയ്യുന്നുണ്ട്. സോ ആ ലയബിലിറ്റീസ് 2 റെക്കോർഡ് ചെയ്തു. ഓക്കെ, സോ ലയബിലിറ്റീസ് ടോട്ടൽ അസറ്റ് 3,88,000, ലയബിലിറ്റീസ് 75,000. ഇന്ന് കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും, നമുക്ക് ക്യാപിറ്റൽ കിട്ടും 3,13,000. ഓക്കെ, ഇനി കറണ്ട് ഇയറിലേക്ക് വരാം. കറണ്ട് ഇയറിലെ അവസ്ഥ എങ്ങനെയാണെന്ന് നോക്കാം. അതായത് അതിൻ്റെ ഡാറ്റ വന്നിട്ടുണ്ട്. ക്യാഷ് ഇൻ ഹാൻഡ്, ഇൻവെന്ററി, സൺഡ്രി ഡെപ്റ്റേഴ്സ്, ലാൻഡ്, മോട്ടോർ കാർ, വൈഫിന്റെ ജ്വല്ലറി, ലോൺ ടു മോട്ടി ബ്രദർ. ഓക്കെ, ഇത് ശ്രദ്ധിക്കുക. മറ്റേത് എന്താണ്, ഓയിങ് ടു മോട്ടി ബ്രദറിൻ്റെ നമ്മൾ പൈസ വാങ്ങിച്ചത് അത് ഓ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഇതെന്താണ്, നമ്മൾ മോട്ടിയുടെ ബ്രദറിന് കുറച്ച് പൈസ കൊടുത്തു, അതായത് മോട്ടിക്ക് അതൊരു അസറ്റാണ്. ലോൺ ടു മോട്ടി ബ്രദർ എന്ന് പറയുന്നത് അസറ്റാണ്, പക്ഷെ ഓയിങ് ടു മോട്ടി ബ്രദർ എന്ന് പറയുന്നത് ലയബിലിറ്റിയാണ്. ഓക്കെ, സോ നമ്മൾ എന്താണ്, നമുക്ക് തന്നേക്കുന്ന ഡീറ്റെയിൽസ് അങ്ങനെ പാടി എടുത്ത് എഴുതുകയാണ്. മോട്ടോർ കാർ വന്നിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ എടുത്ത് എഴുതിയിട്ട് ലോൺ ടു മോട്ടി ബ്രദർ 20,000 എഴുതി. പിന്നെ എന്താണ് ലയബിലിറ്റിയിൽ എന്താണ് സൺഡ്രി ക്രെഡിറ്റർ ഉള്ളൂ, അപ്പോൾ സൺഡ്രി ക്രെഡിറ്ററിൻ്റെ വാല്യൂ നമ്മൾ എടുത്ത് എഴുതി. എന്നിട്ട് എന്താണ് ക്ലോസിങ് ക്യാപിറ്റലായി 5 lakh ക്യാപിറ്റൽ 1 for 2022 5,65,000 നമ്മൾ അറൈവ് ചെയ്തു. ഓക്കെ, ഇനി എന്താണ് നമ്മുടെ അടുത്ത് ഇൻകം, 2 കൊല്ലത്തെ ഇൻകം ആണ് പറയുന്നത്. ഓക്കെ, അതെങ്ങനെയാണ്, അതായത് ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് അവസാനം അതായത് ഏറ്റവും അവസാനത്തെ ഇയറിലെ ക്യാപിറ്റൽ അത് എത്രയാണ്, 5,65,000 നമ്മളിവിടെ അറൈവ് ചെയ്ത് എടുത്ത്. ഇനി എന്താണ് ഡ്രോയിങ്സിനെ പറ്റി പുള്ളി പറയുന്നുണ്ട്. അതെന്താണ് 2 കൊല്ലമായിട്ട് എക്സ്പെൻഡിച്ചർ, ഡൊമസ്റ്റിക് എക്സ്പെൻഡിച്ചർ, അതായത് ഡ്രോയിങ്സ് ആയിട്ട് 4,000 രൂപ എടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഓർക്കുക 2 കൊല്ലത്തെയാണ്. അപ്പം എന്ത് ചെയ്യണം, 2 കൊല്ലത്തെ ഡ്രോയിങ്സ് ആണ്. അപ്പോൾ എന്താണ് 4,000 into 24 months ആണ്. അതായത് 2 കൊല്ലം ആകുമ്പോൾ എന്താണ് 24 months ഉണ്ട്. 1 കൊല്ലമാണെങ്കിൽ 12 months. അപ്പോൾ 4,000 into 24, അപ്പം 96,000 ഡ്രോയിങ്സ് വന്നു. അത് നമ്മൾ ആഡ് ബാക്ക് ചെയ്തു. പിന്നെന്താണ് പറയുന്നത്, ഓക്കെ ഇത്രയാണ് പറയുന്നത്. പിന്നെന്താണ് പുള്ളി ഇതിനു മുമ്പ് അപ്പോൾ പിന്നെന്താണ് നമ്മുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഉണ്ടല്ലേ, അത് എത്രയാണ് 3,13,000. അത് കുറയ്ക്കുമ്പോൾ എത്രയാണ് നമുക്ക് എന്താ പറയുക, ഈ 2020 ഫസ്റ്റ് ഏപ്രിൽ 2020 മുതൽ ഫസ്റ്റ് ഏപ്രിൽ 2022 വരെയുള്ള നമുക്ക് ഇൻകം കിട്ടി. കാരണം എന്താണ് വേറെ ഇൻട്രൊഡക്ഷനെ പറ്റി ഒന്നും പറയുന്നില്ല. അപ്പോൾ എന്താണ് നമുക്ക് ബാക്കി വരുന്നത് 3,48,000 പറഞ്ഞാൽ ഈ 2 കൊല്ലത്തെ ഇൻകം ആയിരിക്കും. ഇൻകം പുള്ളി ഏൺ ചെയ്തതായിരിക്കും. ഇതിൽ നിന്നാണ് പുള്ളി പിന്നെ വന്ന ഇൻഫർമേഷൻ പറഞ്ഞാൽ പുള്ളി ഇൻകം ടാക്സ് ഓഫീസറിന് എത്രയാണ് ഡിക്ലെയർ ചെയ്തേക്കുന്നത്, 1,05,000 1,23,000 ആണ്. അപ്പോൾ ടോട്ടൽ എത്രയാണ് 2,28,000 ഡിക്ലെയർ ചെയ്തിട്ടുള്ളൂ. അതായത് 3,48,000 ഇൻകം ടാക്സിൽ ഡിക്ലെയർ ചെയ്യണമായിരുന്നു. പക്ഷെ എന്താണ് പുള്ളി 2,28,000 ഡിക്ലെയർ ചെയ്തിട്ടുള്ളൂ. സോ ബാക്കി 1,20,000 എന്നാണ് സപ്രസ്ഡ് ഇൻകം ആണ്, അതായത് ഇൻകം കാണിക്കാത്ത, ഇൻകം ടാക്സിൽ കാണിക്കാത്ത ഇൻകം ആണ്. അപ്പോൾ പുള്ളി ഇത് എന്താ പറയുക ഇൻകം ടാക്സിൽ കാണിക്കുകയും അതിൻ്റെ ടാക്സ് അടയ്ക്കേണ്ടി വരികയും ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്താ പറയുക 2 കൊല്ലത്തെ ഇത് വരുമ്പോൾ ഇത് ശ്രദ്ധിക്കാനുള്ള മെയിൻ കാരണം ഇത്രേ ഉള്ളൂ. അതായത് ഡ്രോയിങ്സിൻ്റെ അവിടെ 24 months വരണം എന്നുള്ളത്. ബാക്കിയെല്ലാം എന്താ പറയുക നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫെയർ പ്രിപ്പയർ ചെയ്തിട്ട് ഇത് ചെയ്യാൻ പറ്റും.
ഓക്കെ, സോ നമുക്കിനി എന്താണ് നമ്മുടെ ഈ നമ്മൾ പറഞ്ഞല്ലോ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് എല്ലാം നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യണമെന്ന്. അപ്പോൾ അതിനുള്ള കുറച്ച് ടെക്നിക്സുകളെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജനറൽ ടെക്നിക്ക് അങ്ങനത്തെ ഉള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, സോ ആദ്യത്താണ് ജനറൽ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ബിസിനസിൻ്റെ അക്കൗണ്ട്സ് എല്ലാം ഇൻകംപ്ലീറ്റ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ എന്താണ് ഇത് നമ്മൾ എന്താണ് കൺവേർട്ട്, അതായത് ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ ഒരു മോഡിലേക്ക് നമ്മൾ ആദ്യം കൺവേർട്ട് ചെയ്യണം. എന്നിട്ട് എന്താണ് P&L അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഇതായിരിക്കും എന്താണ് ഇത്തിരി കൂടി എന്താ പറയുക കുറച്ചുകൂടി ടെക്നിക്കൽ അല്ലെങ്കിൽ കുറച്ചുകൂടി സേഫർ ആയിട്ടുള്ളൊരു സൈഡ്. ഓക്കെ, അല്ലാതെ എന്താണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫെയർ എന്ന് പറയുന്നത് എന്താണ്, അത് നമുക്ക് ഒരു ലാസ്റ്റ് റിസോർട്ട്, അതല്ലെങ്കിൽ നമുക്ക് ഒരു നിവർത്തിയില്ലെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിരിക്കും സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫെയർ. ഓക്കെ, സോ എന്താണ് നമുക്ക് ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റുമെങ്കിൽ ഇതിനെ ഒരു ഡബിൾ എൻട്രി സിസ്റ്റത്തിലേക്ക് ആക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അത് പറ്റിയില്ലെങ്കിലാണ് നമ്മൾ ബാക്കിയുള്ള മെത്തേഡ്സിലേക്ക് പോവുക. ഓക്കെ, ഇതിലൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. അതായത് ഇഫ് ഓൺലി പേഴ്സണൽ അക്കൗണ്ട് ഹാവ് ബീൻ പോസ്റ്റഡ് ഫ്രം ദി ക്യാഷ് ആൻഡ് ബുക്ക് ഡെബിറ്റ് ആൻഡ് പെർട്ടൈൻ ടു നോമിനൽ അക്കൗണ്ട് ആൻഡ് റിയൽ അക്കൗണ്ട് ദാറ്റ് ആർ നോട്ട് പോസ്റ്റഡ് ഷുഡ് ബി പോസ്റ്റഡ്. അതായത് ആ എന്താണോ മിസ്സിങ് ആയിട്ടുള്ളത് അത് നമ്മൾ ഇതിലേക്ക് പോസ്റ്റ് ചെയ്ത് ഇതിനെ എന്താ പറയുക നമ്മളൊരു കംപ്ലീറ്റ് ഡബിൾ എൻട്രി സിസ്റ്റം ആക്കണം എന്നാണ് പറയുന്നത്. സോ ഇത് സ്റ്റാർട്ട് ചെയ്യാനൊരു റൂൾ പറയുന്നുണ്ട്. ഇറ്റ് എസെൻഷ്യൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ട ലെഡ്ജർ അക്കൗണ്ട് വിത്ത് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റി. അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ഒക്കെ റെക്കോർഡ് ചെയ്തിട്ട് വേണം നമ്മൾ എന്താ പറയുക നോമിനൽ അക്കൗണ്ടിലേക്ക് കിടക്കാൻ എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ പറയുന്നത് എന്താണ് നമ്മൾ പറഞ്ഞല്ലോ, അതായത് ക്യാഷ് ബുക്ക് ചെയ്യുന്ന കുറേ ഐറ്റംസ് നമ്മൾ അൺപോസ്റ്റ് ചെയ്ത ഐറ്റംസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് പല പല പ്രശ്നങ്ങൾ വരാം. ഓക്കെ, അതായത് ഇൻ ക്യാഷ് ബുക്ക് ദർ ക്യാൻ ബി സെവറൽ റെസിപ്റ്റ് എൻട്രി വിച്ച് ഹാവ് നോ കണക്ഷൻ വിത്ത് ദ ബിസിനസ് വിച്ച് ബിലോങ് ടു ദ പ്രൊപ്പറേറ്റർ. അതായത് എന്താണ് പേഴ്സണൽ എക്സ്പെൻസ് കുറേ ക്യാഷ് ബുക്കിൽ വന്നിട്ടുണ്ടാവും. ഓക്കെ, സോ അതൊക്കെ നമ്മൾ എന്താണ് ആദ്യം തന്നെ സെപ്പറേറ്റ് ചെയ്യണം. പേഴ്സണൽ ഏതാണ് ബിസിനസ്സിൻ്റെ ഏതാണെന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, ഈ പേഴ്സണൽ എക്സ്പെൻസ് ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം, അതൊക്കെ ക്യാപിറ്റലിലേക്ക് ക്രെഡിറ്റ് ചെയ്യണം. അതായത് ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ ക്യാപിറ്റലിലേക്ക് ക്രെഡിറ്റ് ചെയ്യുക, റെസിപ്റ്റ് ഒക്കെ ആണെങ്കിൽ അത് ക്യാപിറ്റലിലേക്ക് ക്രെഡിറ്റ് ചെയ്യുക. ഇനി പേയ്മെന്റ്സ് ആണെങ്കിൽ എന്ത് ചെയ്യണം, അത് ഡ്രോയിങ്സ് ആയിട്ട് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റിൽ കാണിക്കുകയും വേണം. ഓക്കെ, സോ ആദ്യത്തെ പ്രശ്നം അതാണ്. പിന്നെ എന്താണ് രണ്ടാമത്തെന്ന് പറഞ്ഞാൽ amounts belonging to the business after collection may have been directly used to acquire business asset or for meeting certain expense instead of recording in the cash book. അതായത് ഇപ്പം നമ്മളൊരു ഹ്യൂജ് സെയിൽ നടത്തി എന്ന് വിചാരിച്ചോ, അപ്പോൾ ഒരു 5 lakhന്റെ ഒരു സെയിൽ നടത്തി. നമുക്ക് അതെന്താണ് ഒരു 2-3 മാസം കഴിഞ്ഞിട്ട് അതിൻ്റെ പൈസ കിട്ടി. നമ്മൾ ചിലപ്പോൾ അതെന്ത് ചെയ്യും, നമ്മളൊരു അസറ്റോ എന്തെങ്കിലും ഒന്ന് വാങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയായിരിക്കും. അപ്പോൾ ഈ പൈസ നമ്മൾ എന്താ പറയും, ചിലപ്പോൾ ആ ക്രെഡിറ്റിനോട് പറയും ഞാൻ ഇങ്ങനെ ഒരു അസറ്റ് ഒരാളിൽ നിന്ന് വാങ്ങുന്നുണ്ട്, അപ്പോൾ ആ പുള്ളിയുടെ അക്കൗണ്ടിലേക്ക് നേരെ ട്രാൻസ്ഫർ ചെയ്യാൻ പറയും. അല്ലെങ്കിൽ എന്താണ് നമ്മൾ കിട്ടുമ്പോൾ തന്നെ അപ്പം തന്നെ അത് അസറ്റിന് വേണ്ടി വാങ്ങും, നമ്മൾ ബുക്കിലൊന്ന് റെക്കോർഡ് ചെയ്യാം, അല്ലെങ്കിൽ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോകും. ഓക്കെ, സോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അത് എന്താണ് നമ്മൾ അത് റെക്കോർഡ് ചെയ്യണം. ഓക്കെ, പിന്നെ ക്യാഷ് ഷോർട്ട് ആണെങ്കിൽ ബിക്കോസ് പ്രൊപ്പറേറ്റർ എന്താ പറയുക നമ്മൾ റെക്കോർഡ് ചെയ്യാതെ ഇഷ്ടംപോലെ എമൗണ്ട്സ് ഒക്കെ വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട്സ് ഒക്കെ എന്താണ് ക്യാപിറ്റലിലേക്ക് ഡെബിറ്റ് ചെയ്യുക. പിന്നെ അതാണ് അതുപോലെ അൺഐഡന്റിഫൈഡ് എമൗണ്ട് ഉണ്ട്, നമുക്ക് എന്താണ് വേറെ എവിടെയും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്താണ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. കാരണം നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എക്സ്പെൻസോ പ്രോഫിറ്റോ എന്ത് തേങ്ങയാണെന്നൊന്നും നമുക്ക് അറിയണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഉള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ക്യാഷ് ബാലൻസ് മാച്ച് ആക്കാൻ വേണ്ടി പ്രൊപ്പറേറ്ററിൻ്റെ അക്കൗണ്ടിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ ബെനിഫിറ്റ് ഓഫ് ആൻ ഐറ്റം ഓഫ് ആൻ എക്സ്പെൻസ് ഈസ് റിസീവ്ഡ് ബോത്ത് ബൈ ദി പ്രൊപ്പറേറ്റർ ആൻഡ് ബിസിനസ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചിലരുണ്ടല്ലേ ഒരു ബിസിനസ്സിന് വേണ്ടി ഓഫീസ് എടുക്കും, എന്നിട്ട് എന്താണ് അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഓഫീസും സെക്കൻഡ് ഫ്ലോറിൽ വീടും വെക്കും. അപ്പോൾ എന്താണ് അതിൻ്റെ റെന്റ് മൊത്തത്തിലായിരിക്കും പോകുന്നത്. അത് ചിലപ്പോൾ എന്താണ് അത് എന്താ പറയുക ബിസിനസ്സിൻ്റെ ഉണ്ട്, പുള്ളിയുടെ പേഴ്സണലും ഉണ്ട്. പുള്ളി താമസിക്കുന്നത് പേഴ്സണലായിരിക്കും, പക്ഷേ ഓഫീസ് ബിസിനസ്സിൻ്റെ ആയിരിക്കും. അപ്പോൾ ഈ റെന്റ് എന്ത് ചെയ്യണം, അത് എന്താ പറയുക പ്രോപ്പർ ഒരു മെഷർ വെച്ചിട്ടോ എന്തെങ്കിലും ഒരു ബേസിസിൽ അത് അലോക്കേറ്റ് ചെയ്യണം. ഓക്കെ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മുകളിൽ റെന്റ് കൊടുക്കുന്ന എന്തായിരിക്കും, റെന്റ് കൊടുക്കുന്ന ഒരു ഫിക്സഡ് എമൗണ്ട് ആയിരിക്കും. അതെന്താണ് അത് സ്ക്വയർ ഫീറ്റിന്റെ ബേസിൽ നമുക്ക് എന്താണ് പ്രൊപ്പറേഷനിൽ കാണിച്ചിട്ട് ഏതാണ് എന്താ പറയുക പേഴ്സണൽ എന്നും ഏതാണ് എന്താ ബിസിനസ്സിൻ്റെ നമുക്ക് അറൈവ് ചെയ്യാൻ പറ്റും. ഇനി എന്താണ് നമ്മളിപ്പോൾ ജനറൽ ടെക്നിക്ക് പറഞ്ഞു. ഇനി എന്താണ് നമ്മൾ ക്യാഷ് ബുക്ക് ചെയ്യുന്ന ഇൻഫർമേഷൻ ഡിറൈവ് ചെയ്യാൻ പറ്റും. അതാണ് രണ്ടാമത്തെ മെത്തേഡ്.
അതിനെന്താണ് നമ്മൾ ക്യാഷും അതുപോലെ തന്നെ ബാങ്കിൻ്റെ കാര്യങ്ങൾ, ബാങ്കിൻ്റെ റെസീറ്റ് പേയ്മെൻ്റ് ഒക്കെ നമ്മൾ അനലൈസ് ചെയ്യുക. അത് വെച്ചിട്ട് എന്താണ് ഇൻകം എക്സ്പെൻഡിച്ചർ നമുക്ക് ഓരോ ലെഡ്ജേഴ്സിലേക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതിനുവേണ്ടി നമ്മൾ ആദ്യം എന്താണ് ഒരു ക്യാഷ് സമ്മറി ഒക്കെ പ്രിപ്പയർ ചെയ്യണമെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അത് ഇവിടെ ഒരു എക്സാമ്പിൾ വഴി കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കുക. പിന്നെ മൂന്നാമത്തെ ടെക്നിക്ക് എന്താണ് സെയിൽസ് ലെഡ്ജറും പർച്ചേസ് ലെഡ്ജറും അനലൈസ് ചെയ്യുക. ഓക്കെ, സെയിൽസ് ലെഡ്ജറിലൊക്കെ എന്താണ് അതിൽ കൊടുത്തേക്കുന്ന ഇൻഫർമേഷൻ അത് വെച്ചിട്ട് എന്താണ് നമുക്ക് ഓപ്പണിംഗ് ബാലൻസ്, ഡെപ്റ്റേഴ്സിൻ്റെ ഒക്കെ ഓപ്പണിംഗ് ബാലൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്താണ് ഡെപ്റ്റേഴ്സിൻ്റെയും ക്രെഡിറ്റേഴ്സിൻ്റെ ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ എന്താണ് ഗുഡ്സ് എന്തായാലും സോൾവ് ചെയ്തു ക്രെഡിറ്റ് ബേസിസിൽ, അതുപോലെ തന്നെ ബിൽസ് റിസീവബിൾ, ബിൽസ് ഡിസോണർ, അതുപോലെ തന്നെ ക്യാഷ് റിസീവ്ഡ് ഫ്രം അവരുടെ നിന്ന് എന്തായാലും ക്യാഷ് കിട്ടി, സെയിൽസ് റിട്ടേൺ ഉണ്ടായിട്ടുണ്ടോ, റിബേറ്റ്, അങ്ങനെയുള്ള പല ഇൻഫർമേഷൻസും സെയിൽസ് ലെഡ്ജറും പർച്ചേസ് ലെഡ്ജറും അനലൈസ് ചെയ്യുന്ന വഴി നമുക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. സോ ഇവിടെ അടുത്തൊരു ഇലസ്ട്രേഷൻ പറയുന്നുണ്ട്. അതായത് നമുക്ക് എന്താണ് ഡെപ്റ്ററിൻ്റെ കുറച്ച് ഡീറ്റെയിൽ വന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് എന്താണ് ബാഡ് ഡെപ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഇത് സിമ്പിളാണ്. നമ്മൾ എന്താണ് ഡെപ്റ്ററിൻ്റെ ഒരു ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുക, അത് വെച്ചിട്ട് എന്താണ് നമ്മൾ അതിൻ്റെ ബാലൻസിങ് ഫിഗർ ബാഡ് ഡെപ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, സോ ഇതെന്താണ് ഓപ്പണിംഗ്, നമുക്ക് ഓപ്പണിംഗ് അറിയാം, അത് ഡെബിറ്റ് സൈഡിലാണ് വരുന്നത്. സോ 5 lakh ഓപ്പണിംഗ്, ഡെപ്റ്റേഴ്സിൻ്റെ ഓപ്പണിംഗ്. ഓക്കെ, പിന്നെ എന്താണ് എമൗണ്ട് റിസീവ്ഡ് ഇൻ ക്യാഷ്, ഡെപ്റ്ററിൻ്റെ എമൗണ്ട് ക്യാഷ് ആയിട്ട് കിട്ടുമ്പോൾ ക്രെഡിറ്റിൽ 6 lakh നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ ഡിസ്കൗണ്ട് അലോ ചെയ്യുന്നതെന്നാണ്, അത് നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് റെക്കോർഡ് ചെയ്യാറ്. സോ 10,000 അവിടെ റെക്കോർഡ് ചെയ്തു. പിന്നെ എന്താണ് ക്രെഡിറ്റ് സെയിൽ പറയുന്നുണ്ട്, അതെന്താണ് ഡെപ്റ്റിൻ്റെ ഡെബിറ്റിലേക്ക് വരേണ്ട ആണ്. അപ്പോൾ ക്രെഡിറ്റ് സെയിൽ 11,40,000 വന്നു. പിന്നെ എന്താണ് ബിൽസ് റിസീവബിൾ, അതായത് കുറച്ച് ബിൽസ് റിസീവബിൾ ഉണ്ട്, അതെന്താണ് ഡെപ്റ്റിൻ്റെ എമൗണ്ട് കുറയ്ക്കുകയാണ്. സോ ക്രെഡിറ്റ് ചെയ്യുക ബിൽസ് റിസീവബിൾ. എന്നിട്ട് ടോട്ടൽ ചെയ്തിട്ട് ഇതിൻ്റെ ബാലൻസ് ഫിഗർ, ക്ലോസിംഗ് ബാലൻസ് ഉണ്ട്, ക്ലോസിംഗ് ബാലൻസ് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ 7 lakh റെക്കോർഡ് ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം ടോട്ടൽ ചെയ്തിട്ട് ഇതിൻ്റെ ബാലൻസ് ഫിഗർ ആയിരിക്കും എന്ത് ബാഡ് ഡെപ്റ്റ് ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യാം. ഓക്കെ, സോ ഇതെന്താണ് നമ്മൾ ഇത് വെച്ചിട്ട് എന്താണ് നമ്മൾ എന്താ പറയുക പല മിസ്സിങ് ആയിട്ടുള്ള ഫിഗേഴ്സ് നമുക്ക് അറൈവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ആ ക്യാപിറ്റലിൻ്റെ കണ്ട പോലെ തന്നെ ഇവിടെ എന്താ പറയുക ക്രെഡിറ്റേഴ്സിൻ്റെ കാണാനുള്ള ഒരു ജസ്റ്റ് ഒരു ഇക്വേഷൻ പോലെ തന്നിട്ടുണ്ട്, ജസ്റ്റ് നോക്കുക. ഏഴാമത്തെ ഇലസ്ട്രേഷൻ പറയുന്നതാണ്, അതായത് ഒരു ക്രെഡിറ്റ് പർച്ചേസ്, നമുക്ക് കുറച്ച് ഇൻഫർമേഷൻ ഉണ്ട്, അത് വെച്ചിട്ട് ക്രെഡിറ്റ് പർച്ചേസ് പ്രിപ്പയർ ചെയ്യുക. അതെന്താണ് സിമ്പിളാണ്, ക്രെഡിറ്റേഴ്സിൻ്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അതിനെന്താണ് ക്രെഡിറ്റേഴ്സിൻ്റെ അക്കൗണ്ടിൽ എന്താണ് ഓപ്പണിംഗ് ബാലൻസ് പറയുന്നത് ക്രെഡിറ്റ് സൈഡിലായിരിക്കും, 4 lakh നമ്മൾ എഴുതി. ഓക്കെ, പിന്നെ എന്താണ് ക്ലോസിംഗ് ബാലൻസ് ഉണ്ട്, അതെന്താണ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ 5 lakh നമ്മൾ എഴുതുന്നു. പിന്നെ എന്താണ് ക്യാഷ് പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് 8,50,000, അതെന്താണ് അത് നമ്മുടെ ഡെബിറ്റ് സൈഡിൽ വരുന്നു. ഡിസ്കൗണ്ട് റിസീവ്ഡ്, അതും ക്രെഡിറ്റേഴ്സിനെ കുറയ്ക്കുന്ന ഒരു ഫിഗറാണ്. സോ അത് ഡിസ്കൗണ്ട് റിസീവ്ഡിലേക്ക് വരണം. ഓക്കെ, സോ ഇതെല്ലാം ഇതിൻ്റെ ടോട്ടൽ ചെയ്തിട്ട് ബാലൻസ് ചെയ്യുന്ന ഫിഗർ ആയിരിക്കും എന്ത് ക്രെഡിറ്റ് പർച്ചേസ് ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുക. ഇങ്ങനെ ഓരോരോ അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്താണ് അവസാനം ഫൈനൽ അക്കൗണ്ട്സിലേക്ക് എത്താൻ പോകുന്നത്. ഓക്കെ, പിന്നെ നോമിനൽ അക്കൗണ്ടിനെ പറ്റി പറയുന്നുണ്ട്. അതെന്താണ് ആ ബാങ്കിലുള്ള എക്സ്പെൻസുകൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മളത് നോമിനൽ അക്കൗണ്ട്സ് ഒക്കെ കണ്ടുപിടിക്കുന്നത്. പിന്നെ പറയുന്നതാണ്, പിന്നെ ഒരു അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ബിസിനസ് എക്സ്പെൻസും ഡ്രോയിങ്സും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അതായത് എന്താണ് ചില താഴത്ത് കുറച്ച് എക്സാമ്പിൾസ് വന്നിട്ടുണ്ട്, അത് നോക്കുക. അതായത് ഡ്രോയിങ്സ് ആയിട്ട് നമ്മൾ എന്താണ് ക്വസ്റ്റ്യനിൽ വരാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഇങ്ങനത്തെ എക്സ്പെൻസോ കാര്യങ്ങളും കണ്ടാൽ നമുക്ക് മനസ്സിലാക്കുക അത് എന്താ പറയുക ഡ്രോയിങ്സ് ആണെന്നുള്ളത്. ഫസ്റ്റ് എന്താണ് റെന്റ് ഓഫ് പ്രെമിസസ് കോമൺലി യൂസ്ഡ് ഫോർ റെസിഡൻഷ്യൽ ആസ് വെൽ ബിസിനസ് പർപ്പസ്, റെസിഡൻഷ്യലും ബിസിനസ് പർപ്പസിനും ഉപയോഗിക്കുന്ന പ്രെമിസസ്. അപ്പോൾ നമ്മൾ എന്താണ് പ്രൊപ്പോർഷനേറ്റ് ബേസിൽ ഡ്രോയിങ്സ് അലോക്കേറ്റ് ചെയ്യണം. ഓക്കെ, ഡ്രോയിങ്സും എക്സ്പെൻസും അലോക്കേറ്റ് ചെയ്യണം. രണ്ടാമത്തത് കോമൺ ഇലക്ട്രിസിറ്റി ആൻഡ് ടെലിഫോൺ ബിൽസ്, അതായത് ഇങ്ങനെ ബിസിനസ് പ്രെമിസസിൽ നമ്മൾ എന്താണ് ഇലക്ട്രിസിറ്റി എന്താണ് കോമൺ ആയിരിക്കും, പുള്ളിയുടെ വീട്ടിലേക്കും അതുപോലെ തന്നെ എന്താണ് ഓഫീസിലേക്കും കോമൺ ഇലക്ട്രിസിറ്റി ആയിരിക്കും. അതുപോലെ തന്നെ ടെലിഫോൺ ബില്ലും പുള്ളി പേഴ്സണൽ പർപ്പസിന് ഉപയോഗിക്കുന്നുണ്ടാവും. സോ അതും പ്രൊപ്പോർഷനേറ്റ് ബേസിൽ. ഇലക്ട്രിസിറ്റിക്ക് ആണെങ്കിൽ എന്താണ് ഏരിയയുടെ ബേസിൽ അല്ലെങ്കിൽ ലൈറ്റ് പോയിന്റ്സിൻ്റെ ബേസിലൊക്കെ നമുക്ക് അലോക്കേറ്റ് ചെയ്യാം. ടെലിഫോൺ ബില്ല് പുള്ളി ഉപയോഗിക്കുന്ന കോൾസിൻ്റെയൊക്കെ ബേസിലും എല്ലാം ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ എന്താണ് ഒരു 50-50 എന്ന റേഷ്യോയിൽ പുള്ളി ചെയ്യേണ്ടി വരും. പിന്നെ എന്താണ് ലൈഫ് ഇൻഷുറൻസ്, ബിസിനസിൻ്റെ ക്യാഷ് ഉപയോഗിച്ച് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം പേ ചെയ്തു, അത് ഡ്രോയിങ്സ് ആയിട്ട് തന്നെയാണ്. ലൈഫ് ഇൻഷുറൻസ് എന്നാണ് അത് പ്രൊപ്പറേറ്ററിൻ്റെ പേഴ്സണലാണ്, ബിസിനസിൻ്റെ അല്ല. ഇനി ഹൗസ് ഹോൾഡ് എക്സ്പെൻസ് മീറ്റ് ഫ്രം ബിസിനസ് ക്യാഷ്, അതായത് വീട്ടിലെ എക്സ്പെൻസുകൾ ബിസിനസ്സിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന പക്ക എന്താ പറയുക ഡ്രോയിങ്സ് ആണ്. പിന്നെ പുള്ളിയുടെ പ്രൈവറ്റ് ലോൺ എന്താണ് റിലേറ്റീവ്സിനൊക്കെ പേ ചെയ്തേക്കുന്ന പ്രൈവറ്റ് ലോൺസ് ഒക്കെ എന്താണ് ഡ്രോയിങ്സ് ആണ്. പിന്നെ എന്താണ് പേഴ്സണൽ ഗിഫ്റ്റ് മെയ്ഡ് ടു ഫ്രണ്ട്സ്, അതായത് ഗിഫ്റ്റ് എന്തെങ്കിലുമൊക്കെ എന്താ പറയുക ബിസിനസ്സിൻ്റെ ക്യാഷ് ഉപയോഗിച്ചിട്ട് ഫ്രണ്ട്സിനൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ.
പിന്നെ എന്താണ് ഗുഡ്സ് സർവീസ് ഒക്കെ എന്താണ് പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി ബിസിനസ്സിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ. പിന്നെ എന്താണ് ഫാമിലി എക്സ്പെൻസ് മീറ്റ് ചെയ്യാനായിട്ട് ക്യാഷ് വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ. പിന്നെ എന്താണ് ഡെപ്റ്റേഴ്സിൽ നിന്നൊക്കെ എമൗണ്ട് കളക്ട് ചെയ്തിട്ട് പേഴ്സണൽ എക്സ്പെൻസ് മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും എന്താണ് ഡ്രോയിങ്സ് ആയിട്ട് വരേണ്ടതാണ്. പിന്നെ ഫ്രഷ് ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പറേറ്റർ പാർട്ണർ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതെങ്ങനെ, അതിനുള്ള എന്താ പറയുക കുറച്ച് എക്സാമ്പിളാണ് പറയുന്നത്. ഒന്ന്, മണി കളക്ടർ ആൻഡ് പുട്ട് ഇൻ ദ ബിസിനസ് ഓൺ മെച്യൂരിറ്റി ഓഫ് ലൈഫ് ഇൻഷുറൻസ് പോളിസി മെച്യൂർ ആയി. അപ്പോൾ അതിൽ നിന്നുള്ള എമൗണ്ട് എന്ത് ചെയ്തു ബിസിനസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ എന്താണ് അത് ഇൻട്രൊഡ്യൂഷൻ ഓഫ് ക്യാപിറ്റലാണ്. പിന്നെന്താണ് പേഴ്സണൽ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള ഇൻട്രസ്റ്റും ഡിവിഡൻഡ് ഒക്കെ കിട്ടിയത് അത് നമ്മൾ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും എന്താണ് ഒരു അഡീഷൻ ഓഫ് ഇൻട്രൊഡക്ഷൻ ഓഫ് ക്യാപിറ്റലാണ്. പിന്നെന്താണ് നോൺ ബിസിനസ് പ്രോപ്പർട്ടിയിൽ നിന്ന് ഇൻകം കളക്ട് ചെയ്തിട്ട് അത് ബിസിനസ്സിലേക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതും എന്താണ് അത് നമ്മുടെ ബിസിനസ്സിലേക്ക് ഒരു ക്യാപിറ്റലിന്റെ ഇൻട്രൊഡക്ഷൻ ആണ്. പിന്നെന്താണ് ക്രെഡിറ്റേഴ്സിന് എന്താണ് ക്യാഷ് ഒക്കെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്നൊക്കെ ക്യാഷ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും എന്താണ് അത് ബിസിനസ്സിലേക്ക് കൊണ്ടുപോകണം. കാരണം ബിസിനസ്സിന്റെ ക്രെഡിറ്റേഴ്സിനാണല്ലോ അവർക്ക് നമ്മൾ പേഴ്സണലായിട്ട് നമ്മുടെ കയ്യിലുള്ള സേവിങ്സിൽ നിന്ന് എടുത്ത് ക്യാഷ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്താണ് ബിസിനസ്സിലേക്കുള്ള ക്യാപിറ്റലിന്റെ ഇൻട്രൊഡക്ഷൻ തന്നെയാണ്. ഓക്കെ, നമുക്ക് ഇനി എന്താണ് നമ്മുടെ 8ാമത്തെ ഇലസ്ട്രേഷൻ നോക്കാം. ഓക്കെ, അതായത് ഒരു അദാംജി എന്ന് പറയുന്ന ആള് സിംഗിൾറ്ററി ബേസിലാണ് ബുക്ക് കീപ്പ് ചെയ്യുന്നത്. പുള്ളിയുടെ എന്താണ് ക്യാഷ് ബുക്കിന്റെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താണ് കുറച്ച് അതർ അസറ്റ് പുള്ളിക്ക് അറിയാവുന്ന അതർ അസറ്റിന്റെ ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്. ഓക്കെ, അത് വെച്ചിട്ട് എന്താണ് നമ്മുടെ അടുത്ത് ഫൈനൽ അക്കൗണ്ട്സ് പ്രൊവൈഡ് ചെയ്യാനാണ് പറയുന്നത്. പിന്നെ എന്താണ് ഡിപ്രിസിയേഷൻ 10% മെഷീനറിക്ക് ഫർണിച്ചർ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് 800 രൂപ വെച്ച് കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട്. ആദ്യം എന്താണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ട്രേഡിംഗ് അക്കൗണ്ട് എന്തൊക്കെ വേണം നമുക്ക്? നോർമലി എന്തൊക്കെ വേണം? ഓപ്പണിംഗ് ക്യാപിറ്റൽ വേണം, ഓപ്പണിംഗ് ഇൻവെൻട്രി വേണം, പർച്ചേസ് വേണം, പിന്നെ എന്താണ് സെയിൽ വേണം, ക്ലോസിംഗ് ഇൻവെൻട്രി വേണം, ഗ്രോസ് പ്രോഫിറ്റും വേണം. ഓക്കെ, സോ എന്താണ് നമുക്ക് ഓപ്പണിംഗ് ഇൻവെൻട്രി ഇവിടെ നിന്ന് കിട്ടും. ഓപ്പണിംഗ് ഇൻവെൻട്രി ക്ലോസിംഗ് ഇൻവെൻട്രി ഇവർ തന്നിട്ടുണ്ട്. സോ നമ്മൾ അത് എടുത്തിരുന്നു. പർച്ചേസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടില്ല. കാരണം എന്താണ് ഇതിൽ പേയ്മെന്റും ഇതുള്ളൂ, പേയ്മെന്റ് തന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ പക്ഷെ എന്താണ് നമുക്ക് ഓപ്പണിംഗ് ക്രെഡിറ്റിന്റെ ബാലൻസ് ഉണ്ട്, ക്ലോസിംഗ് ക്രെഡിറ്റിന്റെ ബാലൻസ് ഉണ്ട്. അപ്പോൾ പിന്നെന്താണ് ഓക്കെ ഇത്തരം കാര്യങ്ങൾ വെച്ചിട്ട് വേണം നമ്മൾ എന്താ പറയുക പർച്ചേസിന്റെ വാല്യൂ കണ്ടെത്താൻ. സോ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എന്താ പുള്ളിയുടെ ക്രെഡിറ്റിന്റെ അക്കൗണ്ട് അങ്ങോട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ എഴുതി, ക്ലോസിംഗ് ബാലൻസ് നമുക്കറിയാം. ക്യാഷ് കൊടുത്ത് എത്ര 35,000 അത് നമുക്ക് എന്താണ് ക്യാഷ് ബുക്കിൽ നിന്ന് കിട്ടും. ക്രെഡിറ്റർക്ക് ക്യാഷ് കൊടുത്ത് 35,000. സോ ബാലൻസ് ഫിഗർ എന്തായിരിക്കും? അതാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ ക്രെഡിറ്റ് പർച്ചേസ്. അപ്പോൾ ക്രെഡിറ്റ് പർച്ചേസ് കിട്ടി. സോ നമ്മൾ എന്താണ് ക്രെഡിറ്റ് പർച്ചേസ് ഇവിടെ റെക്കോർഡ് ചെയ്യും. അതിൻ്റെ കൂടെ എന്ത് ചെയ്യും ക്യാഷ് പർച്ചേസും ഉണ്ടാവില്ലേ, ആ ക്യാഷ് പർച്ചേസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. സോ 37,100 പ്ലസ് 12,000 അപ്പോൾ 49,100. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പർച്ചേസിന്റെ എമൗണ്ട് ഫിഗർ ചെയ്യുന്നത്. സെയിൽസിന്റെ എമൗണ്ട് എങ്ങനെയാണ് നമുക്കറിയാം. ഡെപ്റ്റേഴ്സിന്റെ ഓപ്പണിംഗ് ഉണ്ട്, ക്ലോസിംഗ് ഉണ്ട്. പിന്നെന്താണ് ഡെപ്റ്റേഴ്സിന് കൊടുത്ത പേയ്മെന്റും ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ക്രെഡിറ്റ് സെയിൽ നമുക്ക് അറൈവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്, ക്ലോസിംഗ് ബാലൻസ് ഉണ്ട്. ക്യാഷ് കൊടുത്തത് 48,000. അപ്പോൾ ക്രെഡിറ്റ് സെയിലായിട്ട് 51,100. അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം നമ്മൾ? അതിൻ്റെ കൂടെ ഒരു ക്യാഷ് സെയിലും കൂടി എത്രയാണ് 11,000 വന്നിട്ടുണ്ട്. അതും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ എത്ര സെയിൽ എത്രയായിട്ട് 62,100. അപ്പോൾ അതിൻ്റെ ബാലൻസിങ് ഫിഗർ എന്താണ് ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് അറൈവ് ചെയ്യാൻ പറ്റി. ഓക്കെ, ഇനി ഡാറ്റ എക്സ്പെൻസിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും തരാത്തതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി പറയുക ചെയ്യുന്നില്ല. ഇനി പി ആൻഡ് എൽ അക്കൗണ്ടിൽ എന്ത് വരും? അതിനകത്ത് കണ്ട ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ ബ്രോഡ് ഫോർവേഡ് ചെയ്ത് എഴുതണം. പിന്നെ ഇതിൽ നിന്നാണ് സാലറി പേ ചെയ്തത്, ജനറൽ എക്സ്പെൻസ്, റെന്റ് ആൻഡ് ടാക്സസ്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ എക്സ്പെൻസ് ആയിട്ട് എഴുതാം. ജനറൽ എക്സ്പെൻസ്. പിന്നെ എന്താണ് ഡിപ്രിസിയേഷൻ്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് 10% ഫർണിച്ചറിനും മെഷീനറിക്കും 10% വെച്ച് നമുക്ക് ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്ത് ആ എമൗണ്ട് കിട്ടി. പിന്നെ എന്താണ് ഒരു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് 800 കീപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്, അതും നമ്മൾ എഴുതി. ഓക്കെ, പിന്നെ എന്താണ് റെസീപ്റ്റ് സൈഡിൽ എന്താണ് ഇൻവെസ്റ്റ്മെന്റ്, നമ്മുടെ ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്തതിന് ഒരു ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ അത് 200 നമ്മൾ എന്താ പറയുക ക്രെഡിറ്റ് സൈഡിൽ എഴുതി. സോ ഇത് ബാലൻസ് എന്താ പറയുക ചെയ്യുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് കിട്ടും. നമ്മൾ എന്ത് ചെയ്യും ക്യാപിറ്റലിലേക്ക് കൊണ്ടുവരണം. പക്ഷെ എന്താണ് ഇവിടെ ഒരു പ്രശ്നം, നമുക്ക് ക്യാപിറ്റലിന്റെ
ഇതറിയില്ല, അതായത് ക്യാപിറ്റലിന്റെ ഓപ്പണിംഗ് ഫിഗർ നമുക്ക് അറിയില്ല. സോ നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് അതായത് ബാലൻസ് ഷീറ്റിന്റെ ഫസ്റ്റ് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫെയറിലെയും ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യും. അതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത്? മെഷീനറി ഫർണിച്ചറിന്റെ ഓപ്പണിംഗ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ, അസറ്റിന്റെ ഓപ്പണിംഗ് നമുക്ക് ഇവിടെ ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതും പിന്നെന്താ പറയുക, നമ്മൾ ചെയ്യാറുള്ള പോലെ ബാങ്കിന്റെ ബാലൻസ് എന്താണ് നമുക്ക് ക്യാഷ് സ്റ്റേറ്റ്മെന്റിൽ നിന്ന് കിട്ടും. അത് നമ്മൾ ചെയ്തിട്ട് സൺഡ്രി ക്രെഡിറ്റേഴ്സ്, അപ്പോൾ ബാലൻസിങ് ഫിഗർ എന്താണ് നമ്മുടെ ഓപ്പണിംഗ് ക്യാപിറ്റലായിട്ട് നമ്മൾ അസ്യൂം ചെയ്യും. ഓക്കെ, എന്നിട്ട് എന്താണ് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ നമ്മൾ എഴുതും. പിന്നെ ഇതിൽ നിന്ന് എന്താ പറഞ്ഞേക്കുന്നത്, ഫ്രഷ് ക്യാപിറ്റൽ എത്രയാണ് പറഞ്ഞേക്കുന്നത് അത് പറഞ്ഞിട്ടുണ്ട്. അതായത് ക്യാപിറ്റൽ ബ്രോട്ട് 6000 പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഡ്രോയിങ്സ് 3600 പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫ്രഷ് ക്യാപിറ്റൽ 6000 ഇടും. പിന്നെ എന്താണ് പ്രോഫിറ്റ് നമ്മൾ P&L അറൈവ് ചെയ്ത 2830 എഴുതും. പിന്നെ എന്താണ് ഡ്രോയിങ്സ് ലെസ് ചെയ്തിട്ട് നെറ്റ് ക്യാപിറ്റൽ നമ്മൾ എഴുതി കാണിക്കും. പിന്നെന്താണ് മെഷീനറിക്ക് നമ്മൾ എന്താണ് 10% ഡിപ്രിസിയേഷൻ വെച്ചിട്ട് 6750 കൊടുക്കുന്നുണ്ട്. ഫർണിച്ചറിന് എന്താണ് 120 ഡിപ്രിസിയേഷൻ വെച്ചിട്ട് ബാലൻസ് 1080 നമ്മൾ അറൈവ് ചെയ്യുന്നു. പിന്നെന്താണ് ഇൻവെന്ററിയുടെ ക്ലോസിങ് നമുക്കറിയാം. പിന്നെ സൺഡേ ഡെപ്റ്റേഴ്സ് അത് ഓൾറെഡി നമ്മൾ എന്താ പറയുക നമ്മളത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അക്കൗണ്ട്. അപ്പോൾ അതിൻ്റെ ബാലൻസ് അല്ലെങ്കിൽ നമുക്ക് ബാലൻസ് ഓൾറെഡി തന്നിട്ടുണ്ട് അത് എഴുതും. പിന്നെ എന്താണ് പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ എന്താണ് അത് ഔട്ട് സൈഡ് ആയിട്ടാണ് തന്നേക്കുന്നത്. അപ്പോൾ എന്താണ് അത് ബാലൻസ് ഷീറ്റിൽ നമ്മൾ എന്താണ് സൺഡേ ഡെപ്റ്റേഴ്സിൽ നിന്ന് കുറയ്ക്കേണ്ടതായിട്ടാണ്. അപ്പോൾ അതോടെ എഴുതിയിട്ട് നെറ്റ് എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ എഴുതും. പിന്നെന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്കറിയാം 5000 ഉണ്ടെന്നുള്ളത്. പിന്നെന്താണ് ക്യാഷ് അറ്റ് ബാങ്കും ക്യാഷ് ഇൻ ഹാൻഡും തന്നിട്ടുണ്ട്. സോ അത് നമ്മൾ എഴുതിയിട്ട് പിന്നെ എന്താണ് സൺഡേ ക്രെഡിറ്റേഴ്സിൻ്റെ ക്ലോസിംഗ് ബാലൻസ് നമുക്കറിയാം. സോ അങ്ങനെയാണ് നമ്മൾ എന്താ പറയുക ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും. സോ എന്നിട്ട് ടോട്ടൽ ചെയ്യുമ്പോൾ ഇത് മാച്ച് ആവും. അങ്ങനെയാണ് നമ്മൾ എന്താ പറയുക ഈ ഒരു അദാംജി എന്ന് പറയുന്ന ആളുടെ ബുക്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ഇലസ്ട്രേഷനിലേക്ക് 9ാമത്തെ ഇലസ്ട്രേഷനാണ് അടുത്തായിട്ടുള്ളത്. അതിൽ പറയുന്നത് എന്താണ്, മനോജ് എന്ന് പറയുന്ന ആൾ കുറച്ച് ഡാറ്റാസ് താഴുന്നുണ്ട്. അത് വെച്ചിട്ട് ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. സോ ഇതിലെന്താണ് അസറ്റ് ലയബിലിറ്റീസ് അതുപോലെ എക്സ്പെൻസ് പേയ്മെന്റ്സ് എല്ലാത്തിൻ്റെ ഡീറ്റെയിൽ ഒറ്റൊരു എന്താ പറയുക ഒരു സ്റ്റേറ്റ്മെന്റിൽ ആര് തന്നേക്കാണ്. സോ നമ്മൾ യൂഷ്വലി ചെയ്യാറുള്ള പോലെ ട്രേഡിംഗ് അക്കൗണ്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ട്രേഡിംഗ് അക്കൗണ്ടിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് വരും. ഓപ്പണിംഗ് സ്റ്റോക്ക് ഇവിടെ ഉണ്ട്, അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് ഇവിടെ തന്നിട്ടുണ്ട്. സോ അത് ഇഷ്യൂ ഇല്ല. സോ ഓപ്പണിംഗ് ഇൻവെൻട്രി ക്ലോസിംഗ് ഇൻവെൻട്രി നമുക്കറിയാം. പിന്നെന്താണ് പർച്ചേസ്. ഓക്കെ, പർച്ചേസ് റിട്ടേണിൻ്റെ വാല്യൂ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ക്യാഷ് പർച്ചേസ് ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെന്താണ് നമ്മുടെ കയ്യിൽ ക്രെഡിറ്റേഴ്സിൻ്റെ വാല്യൂ ഉണ്ട്. പിന്നെന്താണ് ട്രേഡ് ക്രെഡിറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെന്താണ് ചെക്ക് ഇഷ്യൂ ടു ട്രേഡ് ക്രെഡിറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ് നമുക്കൊരു ക്രെഡിറ്റർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് എന്താണ് പർച്ചേസിൻ്റെ വാല്യൂ ക്രെഡിറ്റ് പർച്ചേസിൻ്റെ വാല്യൂ നമുക്ക് അറൈവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഒരു മിനിറ്റ് പർച്ചേസിൻ്റെ വാല്യൂ ഓക്കെ. ഇത് ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇതല്ല ആക്ച്വലി ബാലൻസിങ് ഫിഗർ ആയിട്ട് വേണ്ടത്. ഇതാണ് ബാലൻസിങ് ഫിഗർ. ഓക്കെ, ആ ഒരു ബാലൻസിങ് ഫിഗറിൻ്റെ അത് കൊടുത്തുകൊണ്ടാണ് എനിക്ക് പർച്ചേസ് ഓൾറെഡി തന്നിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയി. അതായത് എന്താണ് നമ്മൾ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടൊക്കെ പ്രിപ്പയർ ചെയ്യാം. സോ അതിനെന്താണ് ഓപ്പണിംഗ് ബാലൻസ് 15,770 അത് നമുക്ക് അക്കൗണ്ട്സിൽ ഓപ്പണിംഗ് ബാലൻസിൽ തന്നിട്ടുണ്ട്. അതുപോലെ ക്ലോസിംഗ് ബാലൻസും തന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, പിന്നെന്താണ് നമുക്ക് എന്താണ് ബാങ്കിൽ എത്ര എമൗണ്ട് നമ്മൾ പേയ്മെന്റ് നടത്തിയെന്നുള്ളതുണ്ട്, ഡിസ്കൗണ്ട് ഉണ്ട്, പിന്നെ അതുപോലെ പർച്ചേസ് റിട്ടേണിന്റെ എമൗണ്ട് തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ എന്താണ് നമുക്ക് ക്ലോസിംഗ് ബാലൻസ് നമുക്കറിയാം. അപ്പോൾ ബാലൻസിങ് ഫിഗർ ആയിട്ട് പർച്ചേസ് 58,000 വരും. ഓക്കെ, നേരത്തെ ബാലൻസ് ഫിഗർ മറ്റേ ഓപ്പണിംഗ് ഇട്ടുകൊണ്ടാണ് എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വന്നത്. ബട്ട് അങ്ങനെയല്ല, ഇതല്ല
പർച്ചേസ് ആണ് ബാലൻസിങ് ഫിഗർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, സോ അങ്ങനെ വരുമ്പോൾ എന്താണ് നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് പർച്ചേസ് 58,000 വരും. പിന്നെ എന്താണ് ക്യാഷ് പർച്ചേസ് ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, അത് 1,030 വരും. അങ്ങനെ ടോട്ടലി 59,030 റുപ്പീസ് വരും. പിന്നെ അതിൽ നിന്ന് എന്താണ് നമ്മുടെ റിട്ടേൺ പർച്ചേസ് റിട്ടേൺ കുറയ്ക്കുക, അങ്ങനെ 58,630 വരും. പിന്നെ എന്താണ് സെയിൽസ് ആണ്. സെയിൽസിന്റെ നമുക്ക് ഡയറക്റ്റ്ലി ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട്. സെയിൽസ് റിട്ടേൺ ഇവിടെയുണ്ട്. പിന്നെന്താണ് ഓക്കെ സെയിൽസ് ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് സെയിൽസ് എത്രയാണെന്നുള്ളത് ഇവിടെ നേരെ തന്നിട്ടുണ്ട്. ഓക്കെ, സോ 71,810 പിന്നെ റിട്ടേൺസ് 1,450. ഇനി നമുക്ക് ഇതിന്റെ സ്പ്ലിറ്റ് നമുക്ക് ആവശ്യമുണ്ട്, സെയിൽസിന്റെ സ്പ്ലിറ്റ് ആവശ്യമുണ്ട്. അത് നമ്മൾ ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിന്റെ ബാലൻസ് ആയിരിക്കും ക്യാഷ് സെയിൽ ആയിട്ട് വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താണ് 71,810 ക്രെഡിറ്റ് മൈനസ് ചെയ്താൽ ഇതാവും, നമുക്കത് വഴിയെ കണ്ടുപിടിക്കാം. ഓക്കെ, സോ അങ്ങനെ നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ആയിട്ടുണ്ട്. സോ അങ്ങനെ നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് ആണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇനി നമ്മൾ പ്രോഫിറ്റ് ആണ്. ഓക്കെ, നമുക്ക് അടുത്ത് P&L അത് കണ്ടെത്തുന്നതിന് മുമ്പ് നമുക്ക് സെയിൽസിന്റെ സ്പ്ലിറ്റ് എങ്ങനെ കണ്ടെത്തുന്നതെന്ന് നോക്കാം. അതിന് നമ്മൾ എന്താ ചെയ്യുക, കമ്പൈൻഡ് ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ്. അത് വേറെ ഒന്നല്ല, നമ്മൾ എന്താണ് ഇതിൽ ക്യാഷ് പേയ്മെന്റും ക്യാഷ് റെസീപ്റ്റ്സും നോക്കിയിട്ട് അതിന്റെ ബാലൻസ് ചെയ്യുക. അപ്പൊ നമ്മുടെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ക്യാഷിന്റെ ബാങ്കിന്റെ ബാലൻസസ് ഉണ്ടാവും. ഓക്കെ, അത് ഇവിടെ തന്നിട്ടുണ്ട്. ക്യാഷ് ഇൻ ഹാൻഡ് ക്ലോസിംഗ് ബാലൻസ് ഇതാണ്. പിന്നെന്താണ് പിന്നെ ക്യാഷ് അറ്റ് ബാങ്കിന്റെയും ക്യാഷ് ഇൻ ഹാൻഡിന്റെയും ക്ലോസിംഗ് ബാലൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, സോ ആ ബാലൻസസ് നമ്മളിവിടെ എഴുതുന്നു. പിന്നെന്താണ് സൺട്രി ഓരോ പാർട്ടീസിനും കൊടുത്ത പേയ്മെന്റും അതുപോലെ തന്നെ റെസീപ്റ്റുകളും നമ്മൾ ബോത്ത് സൈഡ്സിൽ എഴുതുന്നുണ്ട്. പിന്നെ അങ്ങനെ എന്താണ് എക്സ്പെൻസ് കാര്യങ്ങളെല്ലാം, പിന്നെ പർച്ചേസ് ഉണ്ടെങ്കിൽ അതും ക്യാഷ് പർച്ചേസ് നമ്മൾ വരും. പിന്നെ എന്താണ് ക്യാഷ് സെയിൽസ് ഇപ്പുറത്ത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്താണ് ഇതിന്റെ ബാലൻസിങ് ഫിഗർ ആണ് എന്ത് പറയാ ക്യാഷ് സെയിൽസ് എന്ന് പറയുന്ന 4,600 വരുന്നത്. ഓക്കെ, സോ കമ്പൈൻഡ് ക്യാഷ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് അത് വഴിയാണ് നമ്മൾ ക്യാഷ് സെയിൽസിന്റെ ബാലൻസ് അറൈവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്യാഷ് സെയിൽസ് എത്രയാണെന്ന് കിട്ടി. അങ്ങനെയാണ് നമ്മൾ ഇതിൽ നിന്ന് ക്യാഷും സെയിൽസും ക്രെഡിറ്റ് സെയിൽസിന്റെ സ്പ്ലിറ്റ്. ഇത് ഇവിടെ മാത്രമല്ല, നമുക്ക് സൺഡ്രി ക്രെഡിറ്റേഴ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇത് ആവശ്യമുണ്ട്. ഓക്കെ, ഇനി നമുക്ക് P&L അക്കൗണ്ടിലേക്ക് പോവാം. അപ്പൊ ഇതിൽ എന്താണ് സൺഡ്രി എക്സ്പെൻസുകൾ പറയുന്നുണ്ട്. ഓക്കെ, സൺഡ്രി എക്സ്പെൻസ് നമ്മൾ കണ്ടെത്താനായിട്ട് വേറെ നല്ല എക്സ്പെൻസ് പെയ്ഡ് ഇൻ ക്യാഷ്, പിന്നെ എന്താണ് കുറച്ച് ഔട്ട്സ്റ്റാൻഡിങ് പറയുന്നുണ്ട്. ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്യുക, ഓപ്പണിംഗിൽ ഔട്ട്സ്റ്റാൻഡിങ് ലെസ് ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് നെറ്റ് ഈ അക്രൂവ് ആയേക്കുന്ന സൺഡ്രി എക്സ്പെൻസ് എത്രയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. സോ നമ്മൾ എന്താണ് ഡെബിറ്റ് സൈഡിൽ വരുന്നു. പിന്നെ എന്താണ് ഡിസ്കൗണ്ട് എന്താ പറയാ, ഇവിടെ ഒരു ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഡെപ്റ്റേഴ്സിന് ആക്ച്വലി കിട്ടേണ്ടിയിരുന്നത് 64,000 ആണ്, പക്ഷെ കിട്ടിയത് എത്രയാണ് 62,500 അപ്പൊ 1,500 രൂപ ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട്. അത് നമ്മൾ ഇവിടെ ചെയ്തും. പിന്നെ ബാഡ് ഡെപ്റ്റ് കൊടുത്തിട്ടുണ്ട് 420 ഉള്ളത്, അതും നമ്മൾ എന്താണ് എക്സ്പെൻസിന്റെ സൈഡിൽ ചെയ്തു. പിന്നെന്താണ് നമുക്ക് കിട്ടിയേക്കുന്ന ഒരു ഡിസ്കൗണ്ട് ഉണ്ട്, അതായത് ഡിസ്കൗണ്ട് അലോഡ് ബൈ ട്രേഡ് ക്രെഡിറ്റേഴ്സ് 700 രൂപ. അത് നമ്മൾ എന്താണ് അത് ക്രെഡിറ്റ് സൈഡിൽ ചെയ്തും. അങ്ങനെ നമ്മൾ എന്താണ് നെറ്റ് പ്രോഫിറ്റിലേക്ക് അറൈവ് ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് ബാലൻസ് ഷീറ്റ് ആണ്. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. കാരണം ക്യാപിറ്റലിന്റെ ഓപ്പണിംഗ് ബാലൻസ് ഇല്ല. സോ അത് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പോൾ എന്താണ് സൺഡ്രി അസറ്റ് ഇൻവെന്ററി കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അല്ലേ. പിന്നെന്താണ് ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സിന്റെ ഓപ്പണിംഗ് തന്നിട്ടില്ല. ഓക്കെ, സോ അതിനായിട്ട് നമ്മൾ എന്താണ് ഡെപ്റ്റേഴ്സിന്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് എന്താണ് ബാങ്കിൽ നിന്ന് ഇത്രയാണ് കിട്ടിയെന്ന് അറിയാം. പിന്നെ എന്താണ് 1,500 ഡിസ്കൗണ്ട്, അത് നമ്മൾ ഡെപ്റ്റേഴ്സിന് ക്രെഡിറ്റ് സൈഡിൽ എഴുതും. പിന്നെ റിട്ടേൺ സെയിൽസ് റിട്ടേൺ വന്നേക്കുന്നത് ബാഡ് ഡെപ്റ്റ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതും. പിന്നെ എന്താണ് സെയിൽസ് എത്രയാണ് 67,210 വരുന്നത്. ഓക്കെ, ഇതെങ്ങനെ അറൈവ് ചെയ്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നേക്കുന്നത് എത്രയാണ്, നമ്മൾ ഈ ട്രേഡ് അക്കൗണ്ടിൽ എന്താണ് നമുക്ക് ക്രെഡിറ്റ് സെയിൽ എത്രയാണ് ആ എമൗണ്ട് ആണ് എന്ത് പറയാ ഡെപ്റ്റേഴ്സിൽ ഇവിടെ സെയിലായിട്ട് വരേണ്ടത്. ഓക്കെ, അത് വന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ് നമുക്ക് ഓപ്പണിംഗ് ബാലൻസിങ് ഫിഗർ ആയിട്ട് 16,530 കിട്ടി. സോ എന്താണ് നമ്മുടെ എന്താ പറയുക ബാലൻസ് ഷീറ്റിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നു. അങ്ങനെയാണ് 16,530 കിട്ടിയത്. പിന്നെ ക്യാഷ് ഇൻ ബാങ്കിന്റെ ഓപ്പണിംഗ് നമുക്കറിയാം, ക്രെഡിറ്റേഴ്സിന്റെ അതുപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസിന്റെ ഓപ്പണിംഗ് തന്നിട്ടുണ്ട്.
സോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിന്റെ ബാലൻസിങ് ഫിഗർ നമ്മൾ ക്യാപിറ്റലായിട്ട് അറൈവ് ചെയ്യുന്നു. ഇതായിരിക്കും എന്താ പറയുക ഇപ്പോഴത്തെ ബാലൻസ് ഷീറ്റിന്റെ ഓപ്പണിംഗ് ആയിട്ട് നമ്മൾ കൊടുക്കുക. ഇതിൽ നിന്നാണ് അഡീഷൻസിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇവിടെ. അതായത് ഓക്കെ, അതെ, അഡീഷണൽ ക്യാപിറ്റൽ പെയ്ഡ് ഇൻ ടു ബാങ്ക് 8,500 പറയുന്നുണ്ട്. അത് നമ്മൾ എന്താണ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ആയിട്ട് കാണിക്കുക. പിന്നെ നെറ്റ് പ്രോഫിറ്റ് ഉള്ളത് അത് നമ്മൾ ആഡ് ചെയ്ത് കാണിക്കുക. പിന്നെ ഒരു ഹൗസ് ഹോൾഡ് എക്സ്പെൻസ് ഡ്രോൺ പറയുന്നുണ്ട്. അതെന്താണ് നമ്മുടെ ഡ്രോയിങ്സ് ആണ്. അത് നമ്മൾ എന്താണ് അത് നമ്മുടെ ക്യാപിറ്റലിൽ നിന്ന് ഡിഡക്ട് ചെയ്ത് കാണിച്ചിട്ട് നമ്മൾ നെറ്റ് ക്യാപിറ്റൽ അറൈവ് ചെയ്യുന്നു. പിന്നെ എന്താണ് സൺഡ്രി ക്രെഡിറ്റേഴ്സ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, അതുപോലെ തന്നെ സൺഡ്രി അസറ്റിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സൺഡ്രി അസറ്റിന് നമ്മളൊരു എക്സ്ട്രാ നോട്ട് ഇവിടെ പറയുന്നുണ്ട് സൺഡ്രി അസറ്റിന്. അതായത് ഇൻഫർമേഷൻ തരാത്തതുകൊണ്ട് നമ്മൾ എന്താണ് ഫിക്സ്ഡ് അസറ്റിന്റെ ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. ഓക്കെ, സോ അങ്ങനെ വരുമ്പോൾ എന്താണ് ഇവിടെ ഡിപ്രിസിയേഷന്റെ വാല്യൂ എത്ര? സൺഡ്രി അസറ്റിന്റെ വാല്യൂ 11,610 ആണ്. ഓക്കെ, സോറി, ക്ലോസിങ്ങിന്റെ ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട് 12,040 ആണ്. അപ്പോൾ നമുക്ക് എന്താണ് ഡിപ്രിസിയേഷൻ അറിയാത്തതുകൊണ്ട് നമ്മൾ ആ എമൗണ്ട് തന്നെ എന്താ പറയുക 12,040 കൊടുക്കുന്നത്. പിന്നെ ഇൻവെന്ററി, സൺഡേ ഡെപ്റ്റേഴ്സിന്റെ ഒക്കെ നമുക്കറിയാം, ക്യാഷ് ഇൻ ഹാൻഡ് അറിയാം. അങ്ങനെ നമ്മൾ എന്താണ് മനോജ് എന്ന് പറയുന്ന ആളുടെ ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുന്നു. ഓക്കെ, സോ ഇത് കുറച്ചുകൂടി ട്രിക്കിയാണ്, അതുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, ഇതിൽ ഒരു എക്സ്ട്രാ എലമെന്റ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പൈൻഡ് ക്യാഷ് ആൻഡ് ബാങ്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, ചില സമയത്ത് എന്താണ് ഇങ്ങനത്തെ കേസിൽ, അതായത് ക്യാഷിൻ്റെയും ഇങ്ങനത്തെ സെയിൽ അല്ലെങ്കിൽ പർച്ചേസ്, അതിനൊക്കെ എന്താണ് ക്യാഷും ക്രെഡിറ്റിൻ്റെ ഒക്കെ ബാലൻസ് ഒരുമിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ നോക്കണം. സോ അതിന് വേണ്ടിയാണ് കമ്പൈൻഡ് ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. നോർമലി എന്താണ് ക്യാഷ് ഇങ്ങനെ സെപ്പറേറ്റ് തരാത്തപ്പോൾ നമ്മൾ ക്യാഷ് അക്കൗണ്ട് വഴിയാണ് അതിൻ്റെ ബാലൻസസ് അറൈവ് ചെയ്യുന്നത്. പക്ഷേ ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന വഴി നമ്മൾ മുമ്പ് ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ഐറ്റംസ് എല്ലാം ഉണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്യണം. ഓക്കെ, സോ ഇതൊരു പസിൽ പോലെയാണ്. അത് പസിൽ ഫിൽ ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്തു പോയാൽ നിങ്ങൾക്കിത് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, അടുത്തത് ഇലസ്ട്രേഷൻ 10 ആണ്. ഇത് ഏകദേശം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ട്രേഡിംഗ് P&L അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ്. ഓക്കെ, ഇതിൽ അത്ര വലിയ സംഭവങ്ങളൊന്നുമില്ല. നമ്മൾ പഠിച്ച പോലെ കുറച്ച് ലെഡ്ജേഴ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് സമ്മറി, ക്യാഷ് ആൻഡ് ബാങ്ക്, ഇതിലും ക്യാഷ് ആൻഡ് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. പിന്നെ എന്താണ് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യാനൊക്കെ ഉണ്ട്. സോ ഇതൊന്ന് ജസ്റ്റ് എന്താ പറയുക നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുക, നിങ്ങൾക്ക് കിട്ടും. ട്രൈ ഔട്ട് ചെയ്യുക, കിട്ടിയില്ലെങ്കിൽ മെസ്സേജ് അയയ്ക്കുക. നമുക്കത് ഒരു ക്ലാസ്സിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ 10th ഇലസ്ട്രേഷൻ ഹോംവർക്കായിട്ട് ചെയ്യുക. ഇനി എന്താണ് നമുക്ക് നമ്മുടെ എന്താ പറയുക ട്രൂ ഓർ ഫോൾസ് അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാം. ഇത് കണ്ടോ, നിങ്ങൾക്ക് ട്രൂ ഓർ ഫോൾസ് മൾട്ടിപ്പിൾ ചോയ്സസ് ഒക്കെ 5 6 ഒക്കെ ഉള്ളൂ. കാരണം എന്താണ് ഇത് കൂടുതലും പ്രാക്ടിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഓക്കെ, അതിൻ്റെ ഞാൻ വേറൊരു PDF കൂടെ ഓപ്പൺ ചെയ്യട്ടെ, നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് a trial balance cannot be drawn. A trial balance cannot be drawn up from book kept under single entry. എന്താണ് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ഫോളോ ചെയ്യുന്നതിൽ നമുക്ക് ട്രയൽ ബാലൻസ് ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതെന്താണ് ട്രൂ ആണ്. കാരണം എന്താണ് സിംഗിൾ എൻട്രി സിസ്റ്റത്തിലല്ല, ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ നമുക്ക് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ നമ്മൾ എങ്ങനെ ഉണ്ട് അക്കൗണ്ട്സ് മുട്ടിക്കും, കാരണം അതിൻ്റെ ഇൻഫർമേഷൻസ് എന്താണ് മിസ്സിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ നമുക്ക് ഒരിക്കലും ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. നോമിനൽ അക്കൗണ്ട്സ് ആ കെപ്റ്റ് അണ്ടർ സിംഗിൾ എൻട്രി, ഇത് ഫോൾസ് ആണ്. കാരണം എന്താണ് നമ്മൾ നോമിനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യില്ല. മെയിൻലി പേഴ്സണൽ അക്കൗണ്ട്സ് ആണ് നമ്മൾ എന്താ പറയുക, അതാണ് മെയിനായിട്ട് നമ്മൾ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ചെയ്യുള്ളൂ. ഓക്കെ, ബുക്ക് കീപ്പിംഗ് ജനറലി ക്യാഷ് ആൻഡ് പേഴ്സണൽ അക്കൗണ്ട്സ് ആണ്, ക്രെഡിറ്റേഴ്സ് ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാറ്. വേറെ അക്കൗണ്ട്സോ ലെഡ്ജേഴ്സോ ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാറില്ല. ഓക്കെ,
മൂന്നാമത്തെ സിംഗിൾ എൻട്രി സിസ്റ്റം ക്യാൻ ബി അഡോപ്റ്റഡ് ബൈ സ്മോൾ ഫേംസ്. അത് ട്രൂ ആണ്. യൂഷ്വലി എന്താണ് നോർമലി സിംഗിൾ എൻട്രി സിസ്റ്റംസ് എന്താണ് ചെറിയ ചെറിയ ഫേംസ് ആണ് അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. നാലാമത്തത് പ്രോഫിറ്റ് ആൻഡ് സിംഗിൾ എൻട്രി സിസ്റ്റം ഈസ് ഓൾവേസ് കറക്റ്റ് ആൻഡ് ആക്യുറേറ്റ്. അത് ഫോൾസ് ആണ്. കാരണം എന്താണ് അത് ഇന്നാക്യുറേറ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇൻകംപ്ലീറ്റ് റെക്കോർഡ് എന്ന് പറയാനും അതിൽ എന്താ പറയുക കുറേ അസംഷൻസിന്റെ ബേസിലൊക്കെ ഫിനാൻഷ്യൽ പൊസിഷൻസ് നമ്മൾ അറൈവ് ചെയ്യുന്നത്. പ്രോഫിറ്റ് കമ്പ്യൂട്ടർ ആൻഡ് സിംഗിൾ എൻട്രി സിസ്റ്റം ബൈ ഡിഫറെന്റ് ബിസിനസ് എൻറ്റിറ്റീസ് ആർ നോട്ട് കമ്പയറബിൾ. അത് ട്രൂ ആണ്. കാരണം എന്താണ് ഓരോരുത്തരും ഓരോ പ്രിൻസിപ്പിൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് പ്രിപ്പയർ ചെയ്യുക. അതിനൊരു ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവില്ല സിംഗിൾ എൻട്രി സിസ്റ്റം. അതുകൊണ്ട് തന്നെ എന്താണ് ഡിഫറെന്റ് ഓർഗനൈസേഷൻ മാനേജ് ചെയ്യുന്ന സിംഗിൾ എൻട്രി സിസ്റ്റം തികച്ചും ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ. സോ ഫസ്റ്റ് ഇനി മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അതായത് ഒരു നെറ്റ്വർത്ത് മെത്തേഡ്, ഇൻ കേസ് ഓഫ് നെറ്റ്വർത്ത് മെത്തേഡ് പ്രോഫിറ്റ് എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നതിനാണ്. ഓക്കെ. ഒന്ന് പ്രിപ്പയർ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വഴിയാണോ? അല്ല. പിന്നെ എന്താണ് കമ്പയറിംഗ് ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ് വിത്ത് ദ ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് പീരീഡ്. അതെ, രണ്ടാമത്തെ ആണ് കറക്റ്റ് ആൻസർ. പിന്നെ മൂന്നാമത്തെ പറഞ്ഞ കമ്പയറിംഗ് നെറ്റ് അസെറ്റ് ഇൻ ദ ബിൽഡിംഗ് വിത്ത് നെറ്റ് അസെറ്റ് അറ്റ് ദ എൻഡ്. അങ്ങനെയല്ല, രണ്ടാമത്തെ ബി ആണ് കറക്റ്റ് ഉത്തരം. ഓക്കെ. അടുത്തത് സിംഗിൾ എൻട്രി സിസ്റ്റം ക്യാൻ ബി ഫോളോഡ് ബൈ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി കോപ്പറേറ്റീവ്. അല്ല, എ ആണ്. സ്മോൾ ഫേംസിനാണ് യൂഷ്വലി സിംഗിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ക്ലോസിംഗ് ക്യാപിറ്റലാണ് എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യുന്നതെന്ന്, അല്ല എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, സോറി, അതിൻ്റെ ഫോർമുലയാണ്. അതായത് ഓപ്പണിംഗ് ക്യാപിറ്റൽ പ്ലസ് അഡീഷണൽ ക്യാപിറ്റൽ മൈനസ് ഡ്രോയിങ്സ് അതാണോ, അല്ലെങ്കിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ പ്ലസ് അഡീഷൻ മൈനസ് ഡ്രോയിങ് പ്ലസ് പ്രോഫിറ്റ് ആണോ, അല്ലെങ്കിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ പ്ലസ് അഡീഷണൽ ക്യാപിറ്റൽ പ്ലസ് ഡ്രോയിങ്സ് മൈനസ് പ്രോഫിറ്റ് ആണോ? ആക്ച്വലി ബി ആണ് ഉത്തരം. അതാണ് കറക്റ്റ് ഫോർമുല. ഓക്കെ. നാലാമത്തത് അണ്ടർ സിംഗിൾ എൻട്രി സിസ്റ്റം ഓൺലി പേഴ്സണൽ അക്കൗണ്ട്സ് ആർ കെപ്റ്റ് ആൻഡ് ഇൻ സം കേസസ് എന്താണ് ക്യാഷ് ബുക്ക് ആണോ ഫിക്സഡ് അസറ്റ് ആണോ? അല്ല, ഇത് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് റിയൽ അക്കൗണ്ട് ആണ്. റിയൽ അക്കൗണ്ട് കീപ്പ് ചെയ്യില്ല. ലയബിലിറ്റി അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നോർമലി പേഴ്സണൽ അക്കൗണ്ട് ആണ്, അതും കീപ്പ് ചെയ്യില്ല. എ ആണ് ഉത്തരം. ക്യാഷ് ബുക്കാണ് യൂഷ്വലി മെയിൻറ്റെയിൻ ചെയ്യാറുള്ളത്. ഓക്കെ. സോ ദ ക്ലോസിംഗ് ക്യാപിറ്റൽ ഓഫ് മിസ്റ്റർ ബി എന്ന് പറയുന്ന ആളുടെ ക്ലോസിംഗ് ക്യാപിറ്റൽ 4 lakh ആണ്. പുള്ളിയുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ 3,50,000 ആണ്. പുള്ളിയുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1 lakh ആണ്. ഹി ഇൻട്രൊഡ്യൂസ് 30,000 അഡീഷണൽ ക്യാപിറ്റൽ. അപ്പോൾ എത്രയാണ്? ഡ്രോയിങ്സ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഓക്കെ. സോ ഇത് അങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇതിൽ നമ്മൾ ജസ്റ്റ് എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് കിട്ടിയ സാധനങ്ങൾ ഇങ്ങനെ ജസ്റ്റ് എഴുതി വയ്ക്കുക. 4 lakh വേറെ ഒന്നല്ല, മിസ്സിങ് ആണ്ടിരിക്കുകയാണ്. ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്രയാണ്? 3.5 ആണല്ലേ, 3.5 lakh. ഓക്കെ. പിന്നെന്താണ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1 lakh ആണ്. ഓക്കെ. പിന്നെന്താണ് അഡീഷണൽ ക്യാപിറ്റൽ 30,000 ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ. സോ ഇതിൽ നിന്നാണ് ഡ്രോയിങ്സ് ആണ് നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറയുന്നത്. ഓക്കെ. സോ എന്താണ് നമുക്ക് ജസ്റ്റ് ഒരു നമ്മുടെ ഇക്വേഷൻ ഒന്ന് ഇട്ട് നോക്കാം. ഓക്കെ. സോ ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഓപ്പണിംഗ് ക്യാപിറ്റൽ പ്ലസ് പ്രോഫിറ്റ് പ്ലസ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് മൈനസ് ഡ്രോയിങ്. ഓക്കെ. ഇങ്ങനെയാണ് എന്താ പറയുക, മിനിറ്റ്, ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് പ്ലസ് ഡ്രോയിങ്സ്. ഓക്കെ. ഇതാണ് എന്താണ് നമ്മുടെ ക്ലോസിംഗ് ക്യാപിറ്റലിൻ്റെ ഫോർമുല. ഓക്കെ. ഇതിലെന്താണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഇങ്ങോട്ട് പോകും നെഗറ്റീവ് ആവും, പ്രോഫിറ്റ് ഇങ്ങോട്ട് പോകും നെഗറ്റീവ് ആവും, ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് പോകും നെഗറ്റീവ് ആവും. ഓക്കെ. ഓക്കെ. അപ്പോൾ എന്താണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓപ്പണിംഗ് ക്യാപിറ്റൽ പ്ലസ് പ്രോഫിറ്റ് പ്ലസ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് മൈനസ് ക്ലോസിംഗ് ക്യാപിറ്റൽ. ഓക്കെ. സോ ഇതിൽ ഡ്രോയിങ്സിൻ്റെ ഇക്വേഷൻ, അതായത് ഈ ഡ്രോയിങ്സിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു, ക്യാപിറ്റലിനെ ക്ലോസിംഗ് ക്യാപിറ്റലിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഓക്കെ. ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയാണ്? 3,50,000 എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ. പ്രോഫിറ്റ് എത്രയാണ്? 1 lakh എന്ന് നമുക്കറിയാം. ഓക്കെ. ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് എത്രയാണ്? 30,000 ആണെന്ന് അറിയാം. ഇതിനെന്ത് മൈനസ് ചെയ്യണം? ക്ലോസിംഗ് ക്യാപിറ്റൽ 4 lakh. ഓക്കെ. ക്ലോസിംഗ് ക്യാപിറ്റൽ 4 lakh.
അപ്പോൾ നമുക്ക് വരുന്ന ഉത്തരം എന്ന് പറയുന്നത് 3,50,000 പ്ലസ് 1 lakh മൈനസ് 30,000 മൈനസ് 4 lakh. സോ ഏകദേശം 20,000 ആയിരിക്കും ഡ്രോയിങ്സ് വരുന്നത്. 20,000 സോറി, ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയുണ്ട്. 3,50,000 പ്ലസ് 1 lakh പ്ലസ് 30,000 ഓക്കെ മൈനസ് 4 lakh. അപ്പോൾ 80,000 ആണ്. ബി ആണ് ഉത്തരം വരുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ ഉത്തരം ബി ആണ്. ഓക്കെ, കമ്പ്യൂട്ടർ ചെയ്തതിൽ ആദ്യം ചെയ്തപ്പോൾ കാൽക്കുലേറ്ററിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. സോ അഞ്ചാമത്തെ ഉത്തരം ബി ആണ്. ഓക്കെ, അടുത്ത എന്താണ്, കുറച്ച് ഗീവൺ ഇൻഫോർമേഷൻസ് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് എന്താണ് പ്രോഫിറ്റ് ഏൺ ചെയ്ത് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ വന്നിട്ട് ഡ്രോയിങ്സ് വന്നിട്ടുണ്ട്, ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് വന്നിട്ട്, ക്ലോസിംഗ് ക്യാപിറ്റൽ വന്നിട്ട്. ഇതെന്താണ് നമ്മുടെ ആ ക്ലോസിംഗ് ക്യാപിറ്റൽ വെച്ചിട്ടുള്ളൊരു ഫോർമുല ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, ഇത് എഴുതണം എന്നില്ല, ഞാൻ ജസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് ക്ലോസിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? ഓക്കെ, ഡ്രോയിങ്സ് നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, ഡ്രോയിങ്സ് ആഡ് ചെയ്തിട്ട് എന്തൊക്കെ നമ്മൾ ലെസ് ചെയ്യും? ഓപ്പണിംഗ് ക്യാപിറ്റൽ ലെസ് ചെയ്യും. പിന്നെ എന്ത് നമ്മൾ ലെസ് ചെയ്യും? ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് 10,000 ലെസ് ചെയ്യും. സോ നമുക്ക് കിട്ടുന്നത് 25,000 ആണ്. ഓക്കെ, ബി ആയിരിക്കും ഇതിൻ്റെ ഉത്തരം. സോ ആറാമത്തെ ഉത്തരം ബി തന്നെയാണ്. ഓക്കെ, സോ അങ്ങനെ നമ്മുടെ എന്താണ് ട്രൂ ഓർ ഫാൾസും മൾട്ടിപ്പിൾ ചോയ്സും കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് നമ്മുടെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഓക്കെ, സോ നമുക്ക് നമ്മുടെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് നോക്കാം. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അതായത് എ ഫേം സോൾഡ് 20% ഓഫ് ഗുഡ്സ് ഓൺ ക്യാഷ് ബേസിസ് ആൻഡ് ദ ബാലൻസ് ഓൺ ക്രെഡിറ്റ് ബേസിസ്. Debtors are allowed 1/2 month credit and their balance as on 31st March 2022 is 1,25,000. Assume that the sale is uniform throughout the year. Calculate credit sales and total sales of the company. അതായത് ഒരു ഫേമിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അതായത് അവർ സെയിൽ നടത്താൻ അതിൻ്റെ 20% ക്യാഷ് ബേസിലും ബാക്കി 80% ക്രെഡിറ്റ് ബേസിലാണ്. പിന്നെ എന്താണ് ഡെപ്റ്റേഴ്സിൻ്റെ ഡീറ്റെയിൽ വന്നിട്ടുണ്ട്. ഡെപ്റ്റേഴ്സ് എന്താണ് 1.5 months ക്രെഡിറ്റിലാണ് എന്താ പറയുക ഈ സെയിൽ നടത്തുന്നത്. അപ്പോൾ അവരുടെ ബാലൻസ് പറഞ്ഞാൽ 1,25,000 ആണ്. ഓക്കെ, ഇപ്പോൾ ഉള്ള ബാലൻസ് 1,25,000 ആണ്. ഓക്കെ, സോ ഇത് വെച്ചിട്ട് എന്താണ് നമ്മുടെ അടുത്ത് ക്രെഡിറ്റ് സെയിലും ടോട്ടൽ സെയിൽസും കമ്പ്യൂട്ട് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം. അപ്പോൾ കാൽക്കുലേഷൻ ഓഫ് ക്രെഡിറ്റ് സെയിൽ. അപ്പോൾ ക്രെഡിറ്റ് സെയിൽ ഫോർ ദി ഇയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? അതായത് ഇവർ പറയുന്നത് എന്താണ് ക്ലോസിംഗ് ബാലൻസ് 1.25, അത് 1,25,000 ആണ്. അതായത് എന്താണ് ഈ 1,25,000 എന്ന് പറയുന്നത് 1.5 മാസത്തെ ബാലൻസ് ആയിരിക്കും. ഓക്കെ, കാരണം 1.5 മാസമാണ് ഇവർ ആ ക്രെഡിറ്റ് പീരീഡ് കൊടുക്കുന്നത്. അപ്പോൾ 1.5 മാസത്തെ ബാലൻസ് ആയിരിക്കും 1,25,000. അപ്പോൾ 12 മാസം ഈ 1.5 മാസത്തെ ഇത് 12 മാസത്തേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്തായി നമുക്ക് കിട്ടുന്ന ക്രെഡിറ്റ് സെയിലായി. അപ്പോൾ എന്താണ് 1,25,000 ഡിവൈഡഡ് ബൈ 1.5. കാരണം എന്താണ് 1,25,000 എന്ന് പറഞ്ഞാൽ 1.5 മന്ത്സിന്റെ സെയിലാണ്. ഇൻറ്റു 12 മന്ത്സിന്റെ സെയിൽ കിട്ടാനായിട്ട് ഇൻറ്റു 12 ചെയ്യാം. സോ എങ്ങനെ നമുക്ക് എത്ര ക്രെഡിറ്റ് സെയിൽ 10 lakh കിട്ടും. ഓക്കെ, ഇനി ഈ ക്രെഡിറ്റ് സെയിൽ എന്താണ്? അത് ഇവരുടെ സെയിലിന്റെ 80% ആണ്. കാരണം 20% ക്യാഷ് ആണ്. അപ്പോൾ ബാക്കി 80% ആണ് ക്രെഡിറ്റ് സെയിൽ. ഓക്കെ, അപ്പോൾ ഈ 10 lakh എന്ന് പറയുന്നത് ഇവരുടെ ടോട്ടൽ സെയിൽസിന്റെ 80% ആണ്. അപ്പോൾ 10 lakh ഡിവൈഡഡ് ബൈ 80. കാരണം 10 lakh 80% ആണല്ലോ. അത് എന്താണ് 100%ലാക്കുക. അപ്പോൾ ടോട്ടൽ സെയിൽസ് എത്ര കിട്ടും? 12,50,000. സിമ്പിൾ മാത്സ് ആണ്, ജസ്റ്റ് നോക്കുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മിസ്റ്റർ എ എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്യുന്നു? റൺസ് എ ബിസിനസ് ഓഫ് റെഡിമെയ്ഡ് ഗാർമെന്റ്സിന്റെ ബിസിനസ് നടത്തുന്നുണ്ട്. പുള്ളി എന്താണ് ബുക്ക് ക്ലോസ് ചെയ്യുന്നുണ്ട് 31st March. ഓക്കെ, എന്നിട്ടാണ് നമ്മുടെ അടുത്ത് കുറച്ച് എന്താ പറയാ, ഇതാണ് ഓപ്പണിംഗിലെ ബാലൻസ് ആണ് തന്നേക്കുന്നത്. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. പിന്നെ എന്താണ് നമ്മുടെ അടുത്ത് കുറച്ച് എന്താ പറയാ കുറച്ച് ഡാറ്റാസ് ഒക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിലെന്താണ് ഇതിലൊരു പ്രശ്നം പറ്റി. പുള്ളിക്ക് എന്താ പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ 31st March എന്ത് പറ്റി? പുള്ളിയുടെ ക്യാഷ് ഷെയർ എന്ത് ചെയ്തു? കുറച്ച് ക്യാഷുമായിട്ട് കടന്നു പറഞ്ഞു. ഓക്കെ, സോ അപ്പം എന്താണ് നമുക്ക് ക്യാഷ് എത്ര ബാലൻസ് ഉണ്ടെന്ന് നമുക്ക് ക്ലോസിംഗ് ബാലൻസ് എത്രയാണെന്ന് അറിയില്ല. ഓക്കെ, പിന്നെ എന്താണ് നമുക്ക് കുറച്ച് ബാലൻസുകൾ നമുക്ക് അറിയാവുന്ന ബാലൻസ് ഒക്കെ പുള്ളി തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് വെച്ചിട്ട് എന്താണ് നമ്മുടെ അടുത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഡെഫിനറ്റ്ലി ക്യാഷ് ഉണ്ടായിരുന്നുകൊണ്ട് നമുക്ക് ക്യാഷിന്റെ ക്ലോസിംഗ് ബാലൻസ് അറിയില്ല. അപ്പം എന്താണ് നമുക്ക് ക്യാഷ് അക്കൗണ്ട് എന്തായാലും പ്രിപ്പയർ ചെയ്യേണ്ടി വരും എന്ന് നമുക്ക് മനസ്സിലായി. സോ നമ്മൾ യൂഷ്വലി ചെയ്യാറുള്ള പോലെ നമുക്ക് എന്താണ് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം.
ഓക്കെ. സോ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് പർച്ചേസ് സെയിലൊക്കെ അറിയണം അല്ലേ. അപ്പോൾ സെയിലിനെ പറ്റി പറയുന്നത് സെയിൽസ് എന്താണ് 31st മാർച്ചിൽ 20% ഹയർ ദാൻ ദി സെയിൽ ഓഫ് പ്രീവിയസ് ഇയർ ഔട്ട് ഓഫ് വിച്ച് 20% ഓഫ് സെയിൽ ക്യാഷ് ആണെന്ന് പറയുന്നുണ്ട്. അതായത് എന്താണ് 2021 സെയിലിനേക്കാളും 20% ഹയർ ദാൻ എന്ന് പറയുന്നുണ്ട്. ഓക്കെ. അപ്പൊ 2021 എത്രയാണ്? 5 ലക്ഷമാണ്. 5 ലക്ഷത്തിന്റെ എന്താണ് 5 ലക്ഷത്തിന്റെ 20% കൂട്ടുക. ഓക്കെ. 5 ലാഖിന്റെ 20% എന്ന് പറയുന്നത് 1 ലാഖ് ആണ്. അപ്പൊ നമ്മുടെ ഈ കൊല്ലത്തെ സെയിൽ എന്ന് പറയുന്നത് 6 ലാഖ് ആയിരിക്കും. അതിൽ 20% ക്യാഷ് സെയിൽ ആയിരിക്കും. ഓക്കെ. സോ എങ്ങനെയാണ് സോ ടോട്ടൽ സെയിൽ തന്നെ 6 ലാഖ് ആയിരിക്കും. അതിലെന്താണ് 20% ക്യാഷ് എന്ന് പറയുമ്പോൾ 1,20,000 ക്യാഷ് ആയിരിക്കും. പിന്നെ എന്താണ് ബാക്കി 4,80,000 എന്താണ് ക്രെഡിറ്റ് സെയിലും ആയിരിക്കും. ഓക്കെ. പിന്നെ എന്താണ് നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് അറിയാം, കാരണം നമുക്ക് കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റ് ഉണ്ട്. ഓക്കെ. സോ അതുകൊണ്ട് സ്റ്റോക്കിന്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് അറിയാം. ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ. 1,60,000 തന്നിട്ടുണ്ട്. ഇനി എന്താണ് നമുക്ക് വേണ്ടത്? പർച്ചേസ് ആണ് വേണ്ടത്. ഓക്കെ. സോ പർച്ചേസിന്റെ പേയ്മെന്റ്സിന്റെ കാര്യത്തിന്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പേയ്മെന്റ്സ് ഫോർ പർച്ചേസ് വർ മെയ്ഡ് ബൈ ചെക്ക് ഓൺലി. ചെക്ക് വഴിയാണ് പേ ചെയ്തേക്കുന്നത്. ഓക്കെ. അപ്പൊ ക്രെഡിറ്റേഴ്സിന്റെ പേയ്മെന്റ് 3 ലാഖ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഓപ്പണിംഗിൽ നിന്ന് നമ്മൾ ക്രെഡിറ്റേഴ്സിന്റെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് ക്രെഡിറ്റ് പർച്ചേസിന്റെ വാല്യൂ നമുക്ക് കിട്ടാമെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ. സോ ക്രെഡിറ്റേഴ്സിന്റെ അക്കൗണ്ട് അതിൽ ഓപ്പണിംഗ് ബാലൻസ് നമുക്കറിയാം, ക്ലോസിംഗ് ബാലൻസ് അവർ തന്നിട്ടുണ്ട്. ബാങ്കിൽ എത്രയാണ്? 3 ലാഖ് ആണ് വന്നേക്കുന്നത്. അപ്പൊ പർച്ചേസ് എന്തായിരിക്കും? അതിന്റെ ഡിഫറൻസ് ആയിരിക്കും. സോ 3,64,000 ആണ് എന്താ പറയാ പർച്ചേസ് നമുക്ക് കിട്ടുന്നത്. അതെന്താണ് നമ്മളത് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് കൊടുക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ വേണ്ട കാര്യങ്ങളെല്ലാം കിട്ടി. സോ എന്താണ് അതിന്റെ ബാലൻസ് ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും. ഇതെന്താണ് P&L അക്കൗണ്ടിലേക്ക് കൊണ്ടുവരാം. ഓക്കെ. പിന്നെ എന്താണ് സാലറിനെ പറ്റിയൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സാലറി 2,000 വെച്ച് ഓഫീസ് ക്ലർക്കിന് കൊടുക്കുന്നുണ്ട്. പിന്നെ ഓഫീസ് എക്സ്പെൻസ് 1,200 പേഴ്സണൽ എക്സ്പെൻസ് 500 ആണ്. ഇതൊക്കെ എന്താണ് പെർ മന്ത് ആണ്. ഓക്കെ. ഇതൊക്കെ എന്താണ് നമ്മൾ കൺവേർട്ട് ചെയ്ത് ഇയർ ബേസിലേക്ക് ആക്കണം. സോ സാലറി, റെന്റിനെ പറ്റി പറയുന്നില്ല അല്ല, ഒരു മിനിറ്റ്. ഓഫീസ് എക്സ്പെൻസ് ഇത്രയും കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ റെന്റിനെ പറ്റി ഇവിടെ അല്ല പറയുന്നത്. റെന്റിനെ പറ്റി ഇവിടെയാണ് പറയുന്നത്. പേയ്മെന്റ് 16,000 പറയുന്നുണ്ട്. അപ്പൊ അതാണ് റെന്റിന്റെ എമൗണ്ട് വരുന്നത്. ബാക്കിയെല്ലാം എക്സ്ട്രാ ഇത് വന്നേക്കുന്നതാണ്. ഓക്കെ. പിന്നെ നമുക്ക് ക്യാഷ് ബുക്ക് ആണ്. കാരണം എന്താണ് നമ്മൾ ലോസ് വന്നിട്ടുണ്ട്. കാരണം തെഫ്റ്റ് വഴി ലോസ് ആണ്, ക്യാഷ് ലോസ് ആണല്ലോ വന്നേക്കുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് ക്യാഷ് ബുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അല്ലെങ്കിൽ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു വർക്കിങ്സ് ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഓപ്പണിംഗ് ക്യാഷ് നമുക്കറിയാം. പിന്നെ എന്താണ് നമ്മുടെ റെസിപ്റ്റ് ആയിട്ട് വരാനുള്ള എന്താണ് ക്യാഷ് സെയിലാണ് വന്നേക്കുന്നത് അല്ലേ. അപ്പോൾ അത് എന്താണ് 1,20,000 നമ്മൾ എഴുതി. ഓക്കെ. ടോട്ടൽ റെസിപ്റ്റ് എത്രയാണ്? 1,48,000 ആണെന്ന് നമുക്കറിയാം. ഇതിൽ നിന്നാണ് നമ്മുടെ എക്സ്പെൻസുകൾ കുറയ്ക്കുകയാണ്. സാലറി വരും, ഓഫീസ് എക്സ്പെൻസ് വരും, പിന്നെ പുള്ളി ഡ്രോയിങ്സ് ഉണ്ട്. അതായത് പേഴ്സണൽ എക്സ്പെൻസ് 500 വെച്ചിട്ട് പെർ മന്ത് പുള്ളി വലിക്കുന്നുണ്ട്. അപ്പൊ അത് കേട്ടോ. പിന്നെ എന്താണ് ബാങ്കിലേക്ക് എന്താണ് ക്യാഷ് ഡെപ്പോസിറ്റ് പോയിട്ടുണ്ട്. അതൊരു 80,000 ഇവിടെ പറയുന്നുണ്ട്. ക്യാഷ് ഡെപ്പോസിറ്റ് ബാങ്ക് 80,000 പറയുന്നുണ്ട്. സോ അങ്ങനെ ടോട്ടലി വിഡ്രോവൽ തന്നെ 1,24,400 ആണ്. ഈ ഫുൾ എമൗണ്ട് എന്ത് ചെയ്തു? ക്യാഷിയർ അടിച്ചുകൊണ്ട് പോയെന്നാണ് പറയുന്നത്. അപ്പൊ ബാലൻസ് വരുന്നത് 23,600. നമുക്ക് ഇപ്പൊ ക്യാഷ് ബാലൻസ് ഒന്നുമില്ല, അത് ഫുള്ള് നമ്മുടെ എന്താണ് ക്യാഷിയർ അടിച്ചുകൊണ്ട് പോയി. അപ്പൊ എന്ത് ചെയ്യും? നമ്മളത് P&L പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ലോസ് ആയിട്ട് കാണിക്കണം. ഓക്കെ. സോ ലോസ് ആയിട്ട് എത്ര വരും? 23,600. പിന്നെ എന്താണ് ഡിപ്രിസിയേഷൻ 4,000 നമുക്ക് കിട്ടും. അത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഡിപ്രിസിയേഷൻ 10% ചാർജ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 4,000. അപ്പൊ നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്? 34,000 വന്നു. ഇനി എന്താണ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുമ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഇവിടെ തന്നിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ 4 ലാഖ് അതിൻ്റെ കൂടെ എന്താണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ പ്രോഫിറ്റ് ആഡ് ചെയ്യുക 34,000. പിന്നെ ഡ്രോയിങ്സ് ഉണ്ട് 500 വെച്ചിട്ട്, അത് കുറയ്ക്കുക. പിന്നെ ക്രെഡിറ്റേഴ്സിന്റെ ബാലൻസ് നമുക്കറിയാം, ഫർണിച്ചറിന്റെ അറിയാം, സ്റ്റോക്ക് ഡെപ്റ്റേഴ്സിന്റെ അറിയാം. പിന്നെ ക്യാഷ് അറ്റ് ബാങ്കിന്റെ എന്താ പറയാ, ഓക്കെ, ക്യാഷ് അറ്റ് ബാങ്കിന്റെ ഒരു മിനിറ്റ്. ഓക്കെ,
ക്യാഷ് അറ്റ് ബാങ്കിൻ്റെ നമുക്ക് തന്നില്ല. സോ മോസ്റ്റ് പ്രോബബ്ലി ബാങ്ക് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ക്ലോസിങ് ക്യാഷ് അതായത് ഓപ്പണിങ് നമുക്കറിയാം. ഡെപ്റ്റേഴ്സിൻ്റെ നിന്ന് കിട്ടിയേക്കുന്നത് അവിടെ നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ് കിട്ടിയേക്കുന്നത് എന്നുള്ളത്. പിന്നെന്താണ് നമുക്ക് ക്യാഷായിട്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തതും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെന്താണ് നമ്മുടെ ഓക്കെ ഇതിവിടെ പറയുന്നതാണ് ആ ഡെപ്റ്റേഴ്സിൻ്റെ കാര്യം. അതായത് ക്രെഡിറ്റ് കസ്റ്റമേഴ്സ് എന്താണ് ക്യാഷ് ആയിട്ടാണ് പേ ചെയ്യുന്നത്. അപ്പോൾ നമുക്കുള്ള ക്രെഡിറ്റേഴ്സ് എത്രയാണ്, അല്ല നമ്മുടെ ഡെപ്റ്റേഴ്സ് എത്രയാണെന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, അതായത് ബാങ്കിൽ നിന്ന് പോയേക്കുന്ന 4,60,000 ആണെന്ന് നമുക്കറിയാം. കാരണം അത് ബാലൻസ് ഫിഗർ ആയിട്ട് ഡെപ്റ്റിൻ്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ കിട്ടും. അതാണ് നമ്മൾ എന്താ പറയുക ഇവിടെ നമുക്ക് കിട്ടേണ്ട എമൗണ്ട് ആയിട്ട് കാണിച്ചേക്കുന്നത്. ഓക്കെ, പിന്നെന്താണ് നമുക്ക് ക്രെഡിറ്റേഴ്സ് എത്രയാണ് പേയ്മെന്റ് ചെയ്തതെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പിന്നെന്താണ് റെന്റ് എത്രയാണെന്നുള്ളത് തന്നിട്ടുണ്ട്. അപ്പോൾ ബാലൻസ് ഫിഗർ എന്താണ്, അതാണ് ബാങ്ക് അക്കൗണ്ട് ബാലൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ അതും കൂടി നമ്മൾ എന്താണ് ബാലൻസ് ഷീറ്റിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഇവിടെ ട്രേഡിംഗ് അക്കൗണ്ട് പിയാനിൽ ബാലൻസ് ഷീറ്റ് ഈ 3 കാര്യങ്ങൾ നമുക്ക് റെഡിയായി കിട്ടും. ഓക്കെ, നമുക്കെന്താണ് ഇത് നിങ്ങൾ വിചാരിക്കുക എന്താ പറയുക, നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റക്കായി പോവുകയാണെങ്കിൽ ഓർക്കുക നിങ്ങളുടെ മെത്തേഡ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ ഫോളോ ചെയ്യാം. കാരണം എന്താ പറയുക ഇപ്പം ആദ്യം ഓരോന്ന് എന്താ പറയുക ഒരു ഓർഡർ എന്ന് നമുക്കറിയാം. നമ്മൾ മിസ്സിങ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ച് വരുമ്പോൾ എന്താ പറയുക നമ്മൾ അവസാനം നമ്മുടെ ആൻസറിലേക്ക് എത്തും. ഓക്കെ, സോ ഇതിനെന്താണ് ഇതിൻ്റെ നാക്ക് കിട്ടാനായിട്ട് കുറേ പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. ഓക്കെ, സോ തേർഡ് പ്രോബ്ലം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഓക്കെ, നമ്മുടെ അടുത്ത് എന്താണ് ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, അതുപോലെ തന്നെ ക്യാഷ് അക്കൗണ്ട് 3 പ്രിപ്പയർ ചെയ്യാനും പിന്നെ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണല്ലോ. ഓക്കെ, സോ ഇതുവരെ നമ്മൾ ചെയ്ത പോലത്തെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ് 3ാമത്തതും. സോ അത് ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരാണ്. നിങ്ങളത് വീട്ടിൽ പോയിട്ട് ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ 2 ഹോംവർക്കാണ് തന്നേക്കുന്നത്. ഒന്ന് ഇലസ്ട്രേഷനിലെ ഏറ്റവും അവസാനത്തെ ഇലസ്ട്രേഷനും പിന്നെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസിലെ ഏറ്റവും അവസാനത്തെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യനും. ഓക്കെ, സോ ഇനി എന്താണ് നമ്മൾ യൂഷ്വലി ചെയ്യാറുള്ള പോലെ നമ്മുടെ ഷോർട്ട് നോട്ട്സിലേക്ക് കിടക്കാം. ഓക്കെ, സോ നമ്മളിപ്പോൾ പഠിച്ച ചാപ്റ്റർ 9ാമത്തെ ചാപ്റ്ററാണ്. അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ആണ് അതിൻ്റെ പേര്. സോ ഇതിൽ എന്തൊക്കെയാണ് പറയുന്നത്, സിംഗിൾ എൻട്രി സിസ്റ്റം ആണ്. സിംഗിൾ എൻട്രി സിസ്റ്റത്തിലാണ് ഇൻ ദിസ് സിസ്റ്റം ഫോർ സം ട്രാൻസാക്ഷൻ ദ ബുക്ക് കീപ്പർ കംപ്ലീറ്റ് എൻട്രീസ് ആൻഡ് ഫോർ സം അതേഴ്സ് ദേ കംപ്ലീറ്റ് ജസ്റ്റ് 1 ആക്ട്. അതായത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള അക്കൗണ്ട്സ് ആണ് യൂഷ്വലി സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അത് ഇന്നാക്യുറേറ്റ് ആണ്, അൺസൈന്റിഫിക് ആണ്, അൺസിസ്റ്റമാറ്റിക് മെത്തേഡാണ് റെക്കോർഡ് ചെയ്യാനുള്ള. പിന്നെ എന്താണ് ജനറലി റിയൽ അക്കൗണ്ട്, നോർമൽ അക്കൗണ്ട് അതിൽ അവർ കീപ്പ് ചെയ്യാറില്ല. ഓക്കെ, പിന്നെന്താണ് ക്യാഷ് ട്രാൻസാക്ഷൻസ്, പേഴ്സണൽ അക്കൗണ്ട്സ് ആണ് അവർ കീപ്പ് ചെയ്യാറ്. പിന്നെ ക്യാഷ് ബുക്ക് എന്താണ് പേഴ്സണലും അതുപോലെ തന്നെ ബിസിനസ് ട്രാൻസാക്ഷൻ്റെ മിക്സ് ആയിരിക്കും. ഓക്കെ, അതായത് ഡ്രോയിങ്സ് കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും എന്നുള്ളത്. പിന്നെ എന്താണ് ഒരു യൂണിഫോമിറ്റി ഉണ്ടാവില്ല മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. ഓരോ ഇയറും അല്ലെങ്കിൽ പല ഫേംസും തമ്മിൽ അത് ഡിഫറെൻ്റ്ലി ആയിരിക്കും. പിന്നെ എന്താണ് പ്രോഫിറ്റ് ആൻഡ് സിസ്റ്റം, ഈ ഒരു സിസ്റ്റം വഴി നമ്മൾ അറൈവ് ചെയ്യുന്ന പ്രോഫിറ്റ് ഒരു എസ്റ്റിമേറ്റ് മാത്രമായിരിക്കും. ആക്യുറേറ്റ് ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പിന്നെ ടൈപ്സ് ഓഫ് സിംഗിൾ എൻട്രി എന്തൊക്കെയാണ്, പ്യുവർ സിംഗിൾ എൻട്രി ഉണ്ട്, സിമ്പിൾ സിംഗിൾ എൻട്രി ഉണ്ട്, കോസി സിംഗിൾ എൻട്രി ഉണ്ട്. ഓക്കെ, പിന്നെ പറയുന്നത് നെറ്റ് വർത്ത് മെത്തേഡ് എന്ന് പറയുന്നത് അതായത് എന്താണ് പ്രോഫിറ്റ് അറൈവ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. അതായത് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ക്ലോസിങ് ക്യാപിറ്റലിൽ നിന്ന് ഓപ്പണിംഗ് ക്യാപിറ്റൽ മൈനസ് ചെയ്യുക. ഓക്കെ, അതിങ്ങനെയാണ് ക്യാപിറ്റൽ ക്ലോസിങ് ക്യാപിറ്റലിൽ നിന്ന് ഡ്രോയിങ്സ് ആഡ് ചെയ്യണം. പിന്നെ എന്താണ് ഫ്രഷ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ലെസ് ചെയ്യണം. പിന്നെ എന്താണ് ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ് ലെസ് ചെയ്യണം. അപ്പോൾ കിട്ടുന്ന ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആയിരിക്കും. പിന്നെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫെയറിന്റെ ബാലൻസ് ഷീറ്റിന്റെ ഡിഫറൻസ് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഗോ ത്രൂ ചെയ്യുക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് എന്താ പറയുക ചാപ്റ്റർ 9 ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്റർ ആയിരിക്കും. നിങ്ങൾക്ക് അത്യാവശ്യം മാത്സ് കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്താ പറയുക നിങ്ങളിത് ഈ ഒരു ചാപ്റ്ററിലായിരിക്കും ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതിൽ തിയറി പാർട്ട് അധികമില്ല. സോ അതിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ന് ഞാൻ പറയില്ല. കൂടുതലും പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. അങ്ങനെ ഈ ഒരു ചാപ്റ്ററിൽ നല്ലൊരു ഗ്രാസ്പ് ഉണ്ടാക്കി നോക്കുക. ഓക്കെ, സോ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ, താങ്ക് യു.